ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നമ്മൾ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ രണ്ട് ഭാഗങ്ങൾ ധ്യാനിച്ചു. സ്നേഹം, സമാധാനം, അല്ലെ 3 ഭാഗം, സന്തോഷം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദീർഘക്ഷമ. ദീർഘക്ഷമയെക്കുറിച്ചാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഞങ്ങൾക്കിന്ന് അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ മേൽ അവിടുന്ന് സംസാരിക്കണം. അടിയങ്ങളെ താഴ്ത്തുകയാണ്. അവിടുത്തെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കൃപയിൽ നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ തടസ്സത്തെ ഞാൻ ശാസിക്കുന്ന ഭർഷിച്ച് മാറ്റുകയാണ്. ദൈവമേ, എന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമാകണം. മാനുഷ്യമായ ശബ്ദമല്ല, വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെട്ട് വരാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ അന്ധകാരങ്ങളെ തകർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് തൻ്റെ മക്കളോട് സംസാരിക്കണം. അടിയനെ താഴ്ത്തുമ്പോൾ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന മന്ന TV-യിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ലോകമെമ്പാടും കേൾക്കുന്ന സകലവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. നമ്മുടെ ഈ വർഷത്തെ വാഗ്ദത്ത വചനത്തിലെ ഒരു ഭാഗം തന്നെയാണ്, ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഫലങ്ങൾ കയറി വരുന്നത്. യെശയ്യാവ് 9:3 വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു. എന്താ വായിച്ചത്? നീ വർദ്ധിച്ചില്ല ജാതി വർദ്ധിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്ത് സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെ ആയിരുന്നു. ഈ കൊള്ളയൊക്കെ പങ്കിടുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ ദീർഘക്ഷമ വേണം. കൊള്ള പങ്കിടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ദീർഘക്ഷമ. ദീർഘക്ഷമയെക്കുറിച്ച് ഗ്രീക്കിൽ പറയുന്നത് മക്രോത്തീമിയ. ഗ്രീക്ക് വാക്ക് മക്രോത്തീമിയ എന്ന വാക്കാണ്. എഫെസ്യർ ലേഖനം 4:2. എഫെസ്യർ 4:2 വാക്യം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ, അവിടെ ദീർഘക്ഷമയോടുകൂടി എന്ത് വരുന്നു? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ആമേൻ. നിനക്ക് ദീർഘക്ഷമ വേണം, പൂർണ്ണ വിനയം. ആരുമായിക്കോട്ടെ, കഴിഞ്ഞ നാളുകൾ അവർ എന്തും ആയിക്കോട്ടെ, നമ്മളുടെ എന്താണ് കാണിച്ചോട്ടെ, അവർ ഏത് രീതിയിലാണ് നമ്മൾ പെരുമാറിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് യേശുവിനെ അറിഞ്ഞു. അന്ന് യേശുവിനെ അറിയുന്നപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാ, നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചവരാ ഇല്ല. ഒരു യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ഭാഗം തന്നെയാണ്, ഇന്ന് നിങ്ങൾ പിടിച്ചെടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ എന്ത് കിട്ടണം? പൂർണ്ണ വിനയം കിട്ടണം. നിങ്ങൾക്ക് ഇന്നലെ വരെ കിട്ടാത്തൊരു ഭാഗം പൂർണ്ണ വിനയം, സൗമ്യത. ആമേ, സൗമ്യത, ക്ഷമ. ആമേ, ദീർഘക്ഷമയോടുകൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം, ദീർഘക്ഷമ എല്ലാം. എന്നാൽ 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, അവസാനം പറയും എനിക്ക് ക്ഷമിക്കുന്നതിനൊക്കെ പരിധി ഉണ്ട്. എൻ്റെ കൺട്രോള് പോയാ നിനക്ക് ഞാൻ ആരെന്ന് അറിഞ്ഞൂടാ. കൺട്രോള് പിടിച്ചോളാം, വിട്ടുകളയിൽ ഈ വർഷം കൺട്രോള് കളയല്ലേ. ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ദീർഘക്ഷമയുണ്ടായിരിക്കണം. കൺട്രോള് വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞാൽ ദൈവം പറയുന്നു, നീ എനിക്കുള്ളതല്ല, നീ എനിക്കുള്ളതല്ല, നീ എനിക്കുള്ളതല്ല. ഹല്ലേലൂയ. ആർക്കുള്ളതാ? ജഡത്തിനുള്ളതാണ്. ആത്മാവിൻ്റെ മറ്റൊരു ഫലം തന്നെയാണ് ദീർഘക്ഷമ. ആമേ, ഹല്ലേലൂയ. ക്ഷമയോട് എല്ലാത്തിനും പരിധിയുണ്ട്. പരിധി ഇടുമ്പോൾ നമ്മൾ ആരായാലും സ്വാഭാവികമായിട്ട്, പാസ്റ്റർമാരായാലും അവസാനം ക്ഷമ കിടുമ്പോൾ ക്ഷമ കെട്ടുപോകും. എന്നാലും അവിടെയും പറയുന്നുണ്ട് ഒരു ദീർഘക്ഷമ. ക്ഷമിക്കണം, അന്യോന്യം പൊറുക്കണം. സ്നേഹത്തിൽ സ്നേഹം ഒന്ന് നമ്മൾ പഠിച്ച സ്നേഹമാണ്. അവിടെ ഒരു സ്നേഹം വേണം. ഏത് സ്നേഹം? ക്രിസ്തുവിൻ്റെ സ്നേഹം. യേശു നമ്മളെ സ്നേഹിച്ച ആ ഒരു സ്നേഹത്തെ നിൻ്റെ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോൾ, അത് വന്നാൽ മാത്രമേ കുഞ്ഞെ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റൂ, നിനക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പറ്റൂ, മറ്റുള്ളവരെ ഒന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. ഇന്ന് നമുക്ക്
മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കുവാൻ. ഇന്ന് നമ്മൾ വരുമ്പോൾ ഒരു കൈ കൊടുക്കുക, ഒരു പ്രൈസ് പറയും. അമ്മേ, അതൊരു സ്നേഹം തന്നെയാണ്. അത് ഇവിടെ വെച്ച് മാത്രമല്ല, നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഒരു കൈ കൊടുത്തിട്ടേ പോകാവൂ. അല്ല പള്ളിയിൽ വരുമ്പോൾ മാത്രം ഒരു കൈ കൊടുത്തിട്ട് അവിടെ റോട്ടി ഇറങ്ങുമ്പോൾ വേറെ വാക്കൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും ആമേ, പ്രാർത്ഥിക്കുന്നവൻ, ആരാധിക്കുന്നവൻ, ദൈവത്തെ സ്തുതിക്കുന്നവൻ, ദൈവത്തെ അറിഞ്ഞവൻ എവിടെ വെച്ച് കണ്ടാലും ഒരു പ്രൈസല കൊടുക്കാൻ മറന്നു പോകരുതെന്ന് കൈ കൊടുത്ത് തന്നെ പോണ. കാര്യം എന്താണ്? അതിലൂടെ ഒരു സ്നേഹം വരുന്നുണ്ട്, ഒരു ദീർഘക്ഷമ വരുന്നുണ്ട്, ഒരു എളിമത്തം വരുന്നുണ്ട്. ദൈവ പൈതലേ, നമ്മൾ എവിടെ വെച്ചോ കണ്ടുമുട്ടാം അല്ലേ? ആലയത്തിൽ വരുന്ന സ്നേഹം, ദീർഘക്ഷമ, സൗമ്യത എല്ലാം അങ്ങ് പടരുക, ഒഴുകിയ ഒരു തോടൊഴുകുന്ന പോലെ. തോടെന്തായി മാറണം? ആമേ, ഒരു പുഴയായി മാറണം. പുഴ എന്തായി മാറണം? ഒരു കടലായി മാറണം. സ്നേഹം ഒരു കടലായി മാറണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ആമേ ഒരു കടലായി മാറണം. ആമേ, നീയോ എൻ്റെ ഉപദേശത്തിൽ, നിങ്ങൾ വചനം പറയുമ്പോൾ വചനത്തിൽ അനുസരിക്കുന്നതിന്, ഉപദേശം അനുസരിക്കുന്നത്. ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അത് ഉപദേശം അംഗീകരിക്കുക. ആ ഉപദേശത്തിൽ നിന്നും ആമേ നടപ്പും വിശ്വാസം. നമ്മൾ നടപ്പിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ആ വിശ്വാസ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു ദീർഘക്ഷമയുണ്ടായിരിക്കണം. ആ ദീർഘക്ഷമയാണ് എന്തായി മാറുന്നത്? സ്നേഹമായി മാറുന്നത്. ആ സ്നേഹം തന്നെയാണ് സഹിഷ്ണുതയായി മാറുന്നത്. പ്രൈസ് കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. സ്നേഹത്തിൽ നിന്നും ദീർഘക്ഷമ വരും, ദീർഘക്ഷമയിൽ നിന്നും സ്നേഹം വരും, സഹിഷ്ണുത വരും. എവിടെയും സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹാദരവുകളാണ് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ആമേ, മറ്റുള്ളവർ പറയുമ്പോൾ, നമ്മൾ ആമേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ, അടുത്തുള്ളവർ പഴി പറയുമ്പോൾ, നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോൾ, ദൈവ പൈതലേ, നീ ഒന്നും അവരെ പ്രതികരിക്കാൻ പോകരുത്. നിനക്കെതിരായിട്ട് കുറ്റം പറയും, നിനക്കെതിരായിട്ട് പലരും പറയും, നീ ചെവി കൊടുക്കരുത്. നല്ല കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ സന്തോഷിക്കും. ഇന്ന് നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയിൽ നല്ല കാര്യം പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഇവരങ്ങനെയൊക്കെ പറയൂ. അത് മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് പോകുക. മനസ്സിലായി? ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ കുറെ കുറ്റം പറയണവർ കുറേരുണ്ട്. ഇത് ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയില്ല. ഇവർ ഒരു കാര്യം ചെയ്യേയില്ല, ചെയ്യിക്കുകയില്ല. ഉപദേശത്തിന് ഒരു കുറവും കാണൂല. മനസ്സിലാവുന്നുണ്ടോ? അവരെയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനായിട്ട് വാ അടച്ച് മിണ്ടാതിരുന്ന് ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ളണം. വാ അടച്ച് വെക്കണം. ചുമ്മാ ഇരുന്ന് കൊണ്ട് ഉപദേശം കൊടുക്കരുത്. 10 പൈസ എടുത്ത് കൊടുക്കാൻ വരാം. കൊണ്ട് ഞാൻ ഒരു 5 ലക്ഷം രൂപ വരാം, അല്ലെങ്കിൽ ഒരു 5000 രൂപ നീ കൊണ്ട് എന്തെങ്കിലും ചെയ്യും. കൊടുത്തിട്ട് പറ. അതൊരു അന്തസ്സാണ്. കൊടുക്കാതെ ഉപദേശം ഇങ്ങോട്ട് എടുക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉപദേശം കൊടുക്കുന്നില്ല. ഇവിടെ ദേവദാസനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഉപദേശം കൊടുക്കാനും കാര്യം കൊടുക്കാനും ഇവിടെ ആളുണ്ട്. ഉപദേശം ഞങ്ങൾ എടുക്കുന്നില്ല, റിട്ടേലും എടുക്കുന്നില്ല, ഹോൾസെയിൽ എല്ലാം ഞങ്ങൾ ഹോൾസെയിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആമേ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ആ ഒരു കാര്യം വേണ്ട. നമ്മൾ ആമേ നടപ്പിൽ ദൈവസന്നിധിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ആ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ, ആ സഹിഷ്ണുതയിൽ നിൽക്കുമ്പോൾ നമുക്കെന്നുകൂടെ ദീർഘക്ഷമയോടെ പല ഉപദേശങ്ങൾ വരും. നമ്മളെ തെറ്റിക്കുവാൻ പല ഉപദേശം വരും. നീ അങ്ങനെ ചെയ്താൽ ശരിയായില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയായില്ല. ഒരു കല്യാണം ആവട്ടെ, ഇത് ഇങ്ങനെയാണോ, അങ്ങനെയാണോ, എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി അങ്ങനെയാണോ, ഇപ്പോഴത്തെ ഒരു വണ്ടി എടുത്തു അങ്ങനെയാണോ, ഇതല്ല ഒരു ബൈക്ക് എടുത്തേക്കോളെ. പല ഉപദേശം. ദൈവം നമുക്ക് ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവ പൈതലേ, ദൈവം നമുക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ തൃപ്തിപ്പെടണം. മറ്റുള്ള വാക്ക് കേട്ട് നമ്മുടെ ഹൃദയം കരങ്ങി പോകരുത്. ആമേ, മറ്റുള്ളൊരു വാക്ക് കേട്ട് നമ്മൾ ഇടറിപ്പോകരുത്. ഹല്ലേലൂയ. ഇന്ന് വേദനിപ്പിക്കുന്ന ഒരുപാട് വരെ ഉള്ളൂ, ആശ്വസിപ്പിക്കാൻ ആൾ കുറവാണ്. വേദനിപ്പിക്കാൻ 4 ചുറ്റും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. കാര്യം എന്താണ്? വേദനിപ്പിക്കുന്നവർ ഇന്ന് ലോകത്ത് വേദനിപ്പിക്കുന്നേ ഉള്ളൂ. ഒന്നൊരു ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് നിന്നെ ഒന്ന് കരം പിടിച്ച് കയറ്റുക. ഈ ഭൂമിയിൽ ഒരേ ഒരാളുള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഞാൻ വിളിച്ച് പറയുന്നു. നിന്നെ രക്ഷിക്കുവാനും നിന്നെ സഹായിക്കുവാനും ഈ ലോകത്തിൽ ഒരേ ഒരാളുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മറന്നു പോകരുത്. അവിടെ നമുക്ക് ക്ഷമയോടെ നിൽക്കാം, വിശ്വാസത്തോടെ നിൽക്കാം, ദീർഘക്ഷമയോടെ നിൽക്കാം. നമുക്ക് സഹിഷ്ണ എല്ലാം സഹിക്കുവാൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവനാമത്തിൽ സഹിക്കണം. മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ സഹിക്കണം. കാര്യം എന്താണ്? ഈ കർത്താവായ യേശു ക്രിസ്തു സകലത് സഹിച്ചു. എന്തുകൊണ്ട് നമുക്ക് സഹിച്ചുകൂടാ? ഇല്ലാത്ത കാര്യം പറയുമ്പോൾ ഈ അടിയുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടത്തുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ കാലത്തും
അടിയുണ്ടാക്കുന്നവരുണ്ട്. പറഞ്ഞു പരീശന്മാരും സദുക്കന്മാരും ഇങ്ങനെ പറഞ്ഞു, യേശു അവളെ വീട്ടിൽ പോയി, ഒരു പാവനിയായ പാവം ചെയ്ത വീട്ടിൽ പോയി, അവിടെ പോയി. ഇങ്ങനെ പല പരീശന്മാരുടെ ഭക്ഷണം കഴിക്കാൻ പോയി. അന്നും പ്രശ്നം, ഇന്നും പ്രശ്നം ആൾക്കുണ്ട്. ഇതൊന്നും വക വയ്ക്കരുത്. കാര്യം എന്താണ്? അന്ന് തുടങ്ങിയ വെല്ലുവിളികൾ ഇന്നും നമുക്കുണ്ട്. നമ്മൾ എന്തായിട്ട് നിൽക്കണം? ദീർഘക്ഷമയോടെ നിൽക്കണം. നമ്മൾ ഒരിക്കലും ദൈവമക്കളെ പ്രതികരിക്കുവാനോ നമ്മുടെ നാവൊന്നും പോരാ. നിങ്ങളിപ്പോൾ 2 പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹം പോവും. ഈ വചനം കേൾക്കുന്ന ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ യൂട്യൂബ് ലോകമെമ്പാടും, ഇന്നിവിടെ മാത്രമല്ല ലോകമെമ്പാടും കേൾക്കുന്ന നിങ്ങളോട് പറയുക, നിങ്ങൾ ഒരു വാക്ക് കമാന്നൊരു അക്ഷരം പറയരുത്. കാര്യമാണ് നിങ്ങൾ മിണ്ടാതിരിക്കണം. കാര്യം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് നിനക്കൊരു ദീർഘക്ഷമ നിനക്ക് വേണം. നിനക്കൊരു ദീർഘക്ഷമ, എല്ലാം സഹിക്കുവാനുള്ള ക്ഷമ വേണം. കാര്യമാണ് കാൽവരിയിൽ അവൻ നമുക്ക് വേണ്ടി ക്ഷമിച്ചു. അവൻ തിരിച്ചു ക്രൂശിച്ച സമയത്തും യേശുവിനെ വിധിച്ച സമയത്ത് തിരിച്ചൊരു വാക്ക് പോലും പറയാതെ ക്ഷമയോടെ ഇരുന്നുകൊണ്ടാ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, നിങ്ങൾക്കെതിരായ ശത്രു എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷെ നീ ഒറ്റയ്ക്കല്ല, മാനുഷ്യമായി ഒറ്റയ്ക്കല്ല. എല്ലാവരും കാണും ഒറ്റയ്ക്കാണ്, ഇപ്പൊ ഒതുക്കാന്ന് വിചാരിക്കില്ല. നിന്റെ കൂടെ ഒരു കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. മാനുഷ്യമായ കണ്ണുകൊണ്ട് കാണുമ്പോൾ എല്ലാവരും നോക്കും, മാനുഷ്യമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒറ്റയ്ക്കാണ്, ഇപ്പോഴും നമുക്ക് ചട്ടിയിലാക്കാമെന്ന് വിചാരിക്കും. പക്ഷേ പറയുന്നവനെ ചട്ടിയിലാക്കുന്ന ഒരു ദൈവമുണ്ട്. പറയുന്ന വ്യക്തി ആര് എവിടെ ചട്ടിയിലാക്കാൻ നോക്കുമോ അവരെ തിരിച്ചു തന്നെയാക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീ പ്രതികരിക്കേണ്ട കാര്യം എന്താണ്? ദീർഘക്ഷമയോടെ ഇരിക്കണം. ദീർഘക്ഷമയോടെ പ്രതികരിക്കരുത്. ഇന്നലെ വരെ നീ പ്രതികരിച്ചു. ഈ വചനം കേൾക്കുമ്പോൾ പറയും, ഞാൻ പ്രതികരിക്കില്ലെന്ന് വചനം കേട്ടിരിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് നോക്കി 10 പറഞ്ഞാലും ഒരു സ്തോത്രം പറഞ്ഞ് ഒരു ആമേൻ പറഞ്ഞ് കടന്നു പോണ കാര്യം എന്താണ്? ഞാൻ വചനം കേട്ടിരിക്കുന്നു. ദൈവനാമത്തിനെതിരാറ്റ്, വചനത്തിനെതിരാറ്റ് നിങ്ങൾ തിരിച്ചൊരു മറുപടി പറയരുത്. നിങ്ങൾ എത്ര മിടുക്കുള്ളവരായിരിക്കാം, ഭയങ്കര കഴിവുള്ളവരായിരിക്കാം, പക്ഷേ നിങ്ങൾ ദൈവത്തിനെതിരായിട്ട്, വചനത്തിനെതിരായിട്ട്, നിങ്ങൾ അനുഗ്രഹത്തിന് എല്ലാത്തിനും ഉപരിയായിട്ട് സംഭവിക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിനെതിരായിട്ടാണ് സംഭവിക്കുന്നത്. എതിരായിട്ട് നിങ്ങൾ പറയരുത്. നിങ്ങളുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ അനുഗ്രഹമാണ് കളയുന്നത്. ഹല്ലേലൂയ. അവർക്ക് കേൾക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല, പറയുന്നവർക്കാണ് പണി കിട്ടുന്നത്. പറയുന്നവർക്കാ പണി കിട്ടുന്നത്. 8 അല്ല 18 പണി കിട്ടുന്നത്. 18 പണി കിട്ടുന്നത്. കേൾക്കുന്നത് കുഴപ്പമില്ല, പറയുന്നവനാ. നീ ദീർഘക്ഷമയോടെ ഇരിക്ക്. കരമടിച്ച് ദൈവത്തിന് ശക്തിയോടെ ഇന്ന് മഹത്വം കൊണ്ട് താട്ടി ആ ദൈവത്തിന്റെ സന്നിധിയിൽ പറ, ഞാൻ ദീർഘക്ഷമയോടെ ഇരിക്കും. എനിക്ക് ദീർഘക്ഷമ വേണം. എല്ലാം ക്ഷമിക്കുക. എൻ്റെ കുടുംബത്തിൽ ദീർഘക്ഷമ വേണം. ഭർത്താവിനോട് ക്ഷമിക്കാൻ ദീർഘക്ഷമ വേണം. ഭാര്യയോട് ക്ഷമിക്കാൻ ദീർഘക്ഷമ വേണം. മക്കളോട് ക്ഷമിക്കാൻ ദീർഘക്ഷമ വേണം. നാട്ടുകാരോട് ക്ഷമിക്കാൻ ദീർഘക്ഷമ വേണം. എൻ്റെ സഹോദരനോട് ക്ഷമിക്കാൻ ദീർഘക്ഷമ വേണം. കർത്താവേ, ഈ സമൂഹത്തിൽ ജീവിക്കാൻ എനിക്ക് ദീർഘക്ഷമ വേണം. എൻ്റെ വിശ്വാസികളോട്, എൻ്റെ പാസ്റ്ററോട് ക്ഷമിക്കാൻ എനിക്ക് ദീർഘക്ഷമ വേണം. എവിടെയെങ്കിലും ശത്രുത്വമായി, എവിടെയെങ്കിലും ഇന്ന് കണക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, തിരുവചനം വിളിച്ചു പറയുന്നു, അത് മാറ്റി ഒരു ദീർഘക്ഷമയിൽ പിടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:1 സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, എവിടെയാ? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്രയും വലിയൊരു സമൂഹത്തിന് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിടണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഒരു ഓട്ടം. നിനക്കൊരു ട്രാക്ക് വെച്ചിട്ടുണ്ട്.
ഈ ട്രാക്കിൽ കയറാൻ പലരോട് വിളിച്ച പറഞ്ഞു, എനിക്ക് ഈ ട്രാക്ക് വേണ്ട, ഈ റൂട്ട് എനിക്ക് വേണ്ട, ഞങ്ങൾ ഇതിലെ വരത്തില്ല, ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരിനകത്തുണ്ട്. ഇതിനകത്ത് മാത്രമല്ല, പുറത്തുമുണ്ട്, അകത്തുമുണ്ട്, എവിടെയും ഉണ്ട്. കാര്യം എന്താണ്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, ഇതാണ് പറയുന്നത്, മാനസാന്തരത്തിലൂടെ യേശുവിനെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഭാരം, നിങ്ങൾ അല്ലാതെ അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരായുള്ളവരെ കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾ വരണം. ഇതാ പറയുന്ന ഭാരം, അവൻ മുറുകെ പറ്റുന്ന പാപവും, അതാ ദീർഘക്ഷമയ്ക്കകത്ത് വരുന്ന വിട്ട്, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. നമുക്ക് ഓട്ടം സ്ഥിരതയോടെ, നിന്റെ പാപം വിട്ട് നീ വരണം. നീ പാപം വിട്ട് മടങ്ങി വരണം. പാപം വിട്ട് ദീർഘക്ഷമയുടെ, പാപമുള്ള വ്യക്തിക്ക് ദീർഘക്ഷമ ഉണ്ടാവത്തില്ല. പാപം ചെയ്യുന്ന വ്യക്തി ഒരിക്കലും ദീർഘക്ഷമ കാണിക്കത്തില്ല. കാര്യം തരുമോ? അവൻ്റെ അകത്ത് കിടക്കുന്ന ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. നിങ്ങളെ വിട്ട് ആരെങ്കിലും നോക്കിക്കോ, ദീർഘക്ഷമയില്ലാതെ ഈ കടിക്കാൻ നിൽക്കുന്ന ഇങ്ങനെ നിൽക്കും, വലിയ പേര് കേട്ട നായ പോലെ നിൽക്കുന്നവരാണ്, എപ്പോഴും ചീറിക്കൊണ്ട് നിൽക്കും. ചില മാനസാന്തരപ്പെട്ടതും ചിലതുണ്ട്, അത് ശരിക്കും മാനസാന്തരപ്പെട്ടതല്ല, കീറാൻ വേണ്ടി, കടിച്ച് കീറാൻ വേണ്ടി നിൽക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ കുന്തെന്ന് പറഞ്ഞ ചില സാധനങ്ങളുണ്ട്. പ്രൈസ് ദി, ഹല്ലേലൂയ. വേണ്ട, വിട്ടുകളെ, അതൊക്കെ വിട്ടുകളെ. ഹല്ലേലൂയ. നിന്നെ പറ്റുന്ന പാപം വേണ്ട, എന്നിൽ പറ്റുന്ന പാപം വേണ്ട. പറ, ഇന്ന് ദൈവത്തോട് പറ, എന്നിൽ പറ്റുന്ന പാപത്തെ തുടച്ചു കളഞ്ഞ് എനിക്കൊരു ദീർഘക്ഷമ വേണം കർത്താവേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി സ്വർഗം മനസ്സറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു സാധനം തന്നെയാണ്, അല്ലേ? ഇന്ന് പലരും നോക്കി പറയും, അല്ലെ, നിങ്ങളെ മുഖത്ത് നോക്കി പറയും. എത്ര പേര് പറയും ലോകത്ത്? നിങ്ങളുടെ മുഖത്ത് നോക്കി എത്രയോ ഒരു സമൂഹം, ഈ സമൂഹം പറയും, ഒരു ബന്ധിക്കോസുകാരി വേണം, അവളെ കയ്യടി, ഒരു ബന്ധിക്കോസുകാരി. ഇതൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ ദീർഘക്ഷമ എങ്ങോട്ട് പോകും? മുഖത്ത് നോക്കി പറയും, ബന്ധിക്കോസുകാരിയ. അയ്യപ്പ്, ഞാനോ? ഏത് കോളേജിൽ എന്നാ ചോദിക്കുന്നത്? ഇത് പറയുമ്പോൾ ചിലർക്ക് എന്തോ ഇളകി അങ്ങ് പോകും പോലെ. ഇളകി പോണ്ട. എടാ, യേശുവിൻ്റെ മഹത്വം പറയണമെങ്കിൽ നിനക്കൊരു യോഗ്യത വേണം. മനസ്സിലായി? യേശുവിൻ്റെ മഹത്വം എടുക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത ഞാനും നീയും അപ്പൻ്റെ മഹത്വം എടുക്കണമെങ്കിൽ യോഗ്യത വേണമെങ്കിൽ അവൻ്റെ കൃപയാൽ, അല്ല ഇടിഞ്ഞു വീഴുന്നതല്ല. അത് അർത്ഥം അറിഞ്ഞുകൂടാത്തൊരു പറയുമ്പോൾ നമ്മൾ സ്തോത്രം പറയണം. ഹല്ലേലൂയ. അല്ല, മീശയില്ലെന്നും പറഞ്ഞുകൊണ്ടോ കമ്മലൂരിന്ന് അങ്ങനെയൊന്നും അല്ല കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. ആമേ. ഇത് കേൾക്കാനാണ് പലരും പറയും, ഞങ്ങൾ സ്ഥാനപ്പെടത്തില്ല. പറേ, എന്നെ ഇനി ബന്ധിക്കോസുകാരി എന്ന് വിളിക്കും. ഹല്ലേലൂയ. നിന്റെ പാപം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടമുണ്ട്. നമുക്കൊരു ട്രാക്കുണ്ട്. ഒരു ട്രെയിൻ പോകുമ്പോൾ ട്രാക്കുണ്ട്. ട്രാക്ക് തെറ്റാൻ പാടില്ല. നീ ട്രാക്കിലോട്ട് കയറുമെങ്കിൽ 2024 ദൈവം വർദ്ധിപ്പിക്കുന്ന ചെയ്യും. അവർ നിന്റെ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയോ കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെ ആകുന്നത് ദീർഘക്ഷമയുള്ളതുകൊണ്ടാ. ഇരിക്കുന്നവനെടുക്കും. ആമേ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ചിലർക്ക് അലട്ടും. തെവിട്ടുന്നത് എന്ത് ചെയ്യും? അലട്ടിക്കൊണ്ടിരിക്കും. തെവിട്ടുന്നത് അലട്ടും. ഇന്ന് അലട്ടുന്നതിനെ ഛർദ്ദിച്ചാണ്. ആമേ. ഹല്ലേ. എവിടെ എന്തെങ്കിലും കേൾക്കും വചനങ്ങൾ തെവിട്ടുക, എവിടെയൊക്കെ തെവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തെവിട്ടുന്നത്, ഇന്ന് അലട്ടുന്നത് തെവിട്ടണമെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഹൃദയത്തിനകത്ത് വരികയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരം നീ വന്നില്ല എങ്കിൽ, നീ ദൈവത്തെ സ്വീകരിച്ചില്ല എങ്കിൽ, നീ പാപത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ദീർഘക്ഷമ ഇല്ല എന്ന് വിളിച്ചു പറയും. ഇതില്ലാത്ത സാധനം പിടിച്ചോളണം. കർത്താവേ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം, എനിക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് വേണം. എനിക്കത് കൂടിയേ തീരൂ. ഓട്ട സ്ഥിരതയോടെ ഓടണം. ആമേ. ഹല്ലേലൂയ. നമ്മൾ ദീർഘക്ഷമയെക്കുറിച്ചാണ് ഇതുവരെയും ചിന്തിച്ചത്. അടുത്ത വാക്യം, ആമേ, ദയാ. എഫെസ്യർ 4:1.
32 വാക്യം. എഫെസ്യർ 4:32 വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ള ദൈവം. നമ്മുടെ ദൈവം ആരാണ്? മനസ്സലിവുള്ള ദൈവമാണ്. 2020 അടിച്ചു പാതോടെ ഇരിക്കണത്. ചിലർ പറയും എൻ്റെ കഴിവും എൻ്റെ കൃപയും എൻ്റെ പണം കൊണ്ട് ഒന്നുമല്ല. ദൈവത്തിൻ്റെ മനസ്സലിവ് നിൻ്റെ മേലുള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് പിടികൊടുക്കാതെ വിട്ടുകൊടുക്കാതെ പിടിക്കാതെ മസിലും പിടിച്ചുകൊണ്ടിരിക്കണത്. അത് നിൻ്റെ കഴിവൊന്നുമില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ ദയയാണ്. നീ ദൈവത്തിൻ്റെ നീ ദയയായിട്ട് കാണണം. സ്നേഹത്തെ ദയയായിട്ട് കാണണം. നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവനായി. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മനസ്സലിവുള്ളവനായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോടുകൂടി ക്ഷമിച്ചതുപോലെ അന്യോന്യം നിങ്ങളോട് ക്ഷമിച്ചു. എങ്ങനെ ക്ഷമിച്ചു? നിങ്ങളുടെ പാവങ്ങൾ ക്ഷമിച്ചു. നിന്റെ കടിച്ചുമപ്പായിരിക്കുന്ന പാവത്തെ നീ ഏറ്റുപറഞ്ഞു, മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചപ്പോൾ നിന്നോട് ക്ഷമിച്ചു. അതാണ് ദയ. നിന്റെ പാപത്തെ നീ ഏറ്റു പറയാമോ? ഇന്നലെ വരെ ചെയ്ത പാവ ഏറ്റു പറയാമോ? ഇന്നലെ വേണ്ടാത്ത കൊള്ളരുത് വലിച്ചു കൂട്ടി ചെയ്തു കൂട്ടിയ പാവങ്ങളെ നിനക്കൊന്ന് ഏറ്റു പറയാൻ മനസ്സുണ്ടോ? ദൈവത്തിന്റെ ദയ നീ എപ്പോഴും ഏറ്റു പറഞ്ഞു മാനസാന്തരപ്പെട്ട് ദൈവസന്നിൽ കീഴടങ്ങുമോ ആ സമയത്തിന്റെ ശിരസിന് മേൽ വന്ന് വീഴുന്ന ഒരു സാധനം തന്നെ ദയ. ഹല്ലേലൂയ. നമുക്ക് ദയ വേണം അല്ലേ? എന്നോട് ഒരു ദയയില്ല. അങ്ങനെ ഇപ്പം കണ്ണിച്ചോരയില്ലാതെയാണ് പെരുമാറുന്നത്. കറക്റ്റ് സമയം തെറ്റിയാ വെട്ടും. കണ്ണിച്ചോരയില്ല. ഈ പറയണ പാർട്ടിക്ക് ചോരയുണ്ട? ഒട്ടുമില്ല. കാര്യം എന്താണ്? മാനസാന്തരമില്ല. ദൈവത്തിൻ്റെ സ്നേഹമില്ല. ഉള്ളവരൊന്ന് വന്ന് പറയാം, നമുക്ക് അവരുമായിട്ട് കൈ കൊടുക്കാം. അവരുമായിട്ട് വന്ന് പറയട്ടെ. നമുക്കവിടെ ഇല്ലാത്തവർ കൈ കൊടുക്കാൻ വന്നാൽ കൊടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദയ, കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് കാണിച്ച മനസ്സലിവ്. ദൈവം നമ്മുടെ മനസ്സലിഞ്ഞു. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളെ വിട്ടുകൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ പാവങ്ങൾ ഏറ്റു. അവൻ ക്രൂശിക്കപ്പെടാതെ ദൈവ ക്രൂശിൽ കിടക്കുന്ന നോക്കി യേശുവിനെ ക്രൂശിൽ കാണണം. ദയാണ്. നീയും ഞാനും കയറേണ്ട സ്ഥാനത്ത് യേശു കയറിയത് ദൈവത്തിൻ്റെ ദയാണ്. ഇത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കും? വായും വെച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ വിചാരിക്കും ഇതിനൊക്കെ കയറ്റി ആണി അടിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒന്ന് കയറ്റിയിൽ 3 ആണി തലയും കാലിലും 3 ആണിയിൽ യേശുക്രിസ്തു അടിച്ച ഇത് 4 ആണി അടിച്ചാലും ദയ ഉണ്ടാവൂല. ഹല്ലേലൂയ. ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ സാധനം. ദൈവം അത്രത്തോളം ദയ തൻ്റെ മക്കളോട് കാണിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. ഇന്ന് ദയ കാണണം. കൊലോസ്യർ ലേഖനം 3:12 വാക്യം. കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് നോക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്. നോക്കിയുള്ള പ്രിയർ, ദൈവത്തിൻ്റെ വിശുദ്ധമായി ദൈവം തിരഞ്ഞെടുക്കുന്ന ദൈവമക്കൾക്ക് ഉണ്ടാവേണ്ട ഭാഗങ്ങളാണ് ദയയും താഴ്മ അപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോഴാണ് കാട്ടാക്കടയിൽ നിന്ന് സിസ്റ്റർ ഇങ്ങനെ വന്നു ബാങ്കിൽ പോയി ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു മനസ്സലിവ് കാണിച്ചു അല്ലേ? മനസ്സലിവ് കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി മറ്റുള്ളവരോട് മനസ്സലിഞ്ഞത് കൊണ്ടാണ്, മറ്റുള്ളവരുടെ മനസ്സ് ദയ കാണിച്ചത് കൊണ്ടാണ്. നമ്മൾ ഒരു വ്യക്തിയോട് ദയ കാണിച്ചാൽ നമ്മളടുത്ത് 9 ഒരു ദയ കാണിക്കും. ദൈവം എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ദൈവം എഴുന്നേൽപ്പിക്കും. മറ്റുള്ളവരോട് ദയ കാണിച്ചാൽ, നീ മറ്റുള്ളവരോട് ദയ കാണിച്ചാൽ, നിനക്ക് വേണ്ടി ഒരാളുടെ നീ ദയ കാണിച്ച 9 വരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ഗവൺമെൻറ് തലത്തിൽ പോട്ട്
നിങ്ങൾ ഗവൺമെൻറ് തലത്തിൽ മറ്റുള്ള മനുഷ്യരുടെ അടുത്തൊക്കെ അടിച്ച് പിരിഞ്ഞ് പോകുമ്പോൾ ഒരു ഗവൺമെൻറ് ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ മനസ്സലി വേണം, ദയ വേണം. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു ദയ വേണം, കോടതിയിൽ പോയിട്ട് ഒരു ദയ വേണം. ഇതൊക്കെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ, ഇരിക്കുന്നവൻ, ദൈവത്തിൻ്റെ ട്രാക്കിൽ നിൽക്കുന്നവൻ ഇത് കൊണ്ടുപോകും, അവിടെ നിന്ന് എടുക്കും, ഈ സാധനങ്ങളെല്ലാം എടുക്കും. അവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ പ്രാപിച്ചെടുക്കുക. കാര്യം എന്താണ്? ഞങ്ങൾക്ക് റെക്കമെൻഡേഷൻ വേണ്ട, അതിനേക്കാൾ മനുഷ്യമായ റെക്കമെൻഡേഷൻ വേണ്ട, സ്വർഗം റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഗവൺമെൻറ് ഉന്നത തലത്തിൽ വമ്പന്മാർ കേസിൽ കുടിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ നിന്ന സഹോദരങ്ങളെ പച്ചയ്ക്ക് തെറി വിളിച്ച സമയത്ത് കമ്മീഷണർ ഓഫീസ് വിളിച്ചപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അമ്മേ ഇന്ന പേര് വരെ തെറി വിളിച്ചപ്പോൾ ആ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥ പറഞ്ഞു, അനിയാ നിനക്കറിയാന്നുള്ള പറഞ്ഞുകൊണ്ട് ആ എന്ന് മറ്റ വാക്കുകൾ മാറിയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അനിയാന്ന് വിളിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ദയ അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ കൂടെ നിന്നവർക്ക് വൃത്തിയെ കിട്ടി. എന്നിട്ട് അവർ പറഞ്ഞ് ഇപ്പം നിനക്കും തരും, കയറിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോയ അകത്ത് കയറാൻ നേരത്തെ ഡോറിനകത്ത് കയറാൻ നോക്കിന്, യേശുവേ ഞാൻ നിൻ്റെ കൈയും പിടിച്ചാണ് പോണത്, എൻ്റെ യേശുവിനും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യം നമ്മൾ പറയണോ? യേശുവിനെ കൈ പിടിച്ചടുത്ത് കൊണ്ടുപോയി നമ്മൾ പറയണോ? അവിടെ ആരാ പ്രവർത്തിക്കുന്നത്? ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിക്കുന്നത് സ്വർഗമാണെങ്കിൽ ഇന്ന് വിളിച്ചു പറയുന്ന നിന്റെയും എൻ്റെ ഹൃദയത്തിനകത്ത് വരേണ്ടത് ഒരു ദയ. ഹല്ലേലൂയ. അപ്പോൾ അന്യോന്യം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ താഴ്മയോട്, സൗമ്യയോട്, ദീർഘക്ഷമയോടെ ധരിച്ചുകൊള്ളണം. ഇത് ധരിക്കണം, ഒരു വസ്ത്രം പോലെ ധരിക്കണം കേട്ടോ. 1 പത്രോസ് ലൂക്കോസ് സുവിശേഷം 7:37 ഇന്ന് അടുത്ത നന്മയെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ലൂക്കോസ് 7:37 ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. നന്മ ഒരു പാവനിയായ സ്ത്രീയുടെ വീട്ടിൽ യേശു പോയ സമയത്ത് അമ്മ എല്ലാവരും വിട്ടു പോകുന്നത് പോലെ അല്ല. ഒരു പാവി ഏറ്റവും വലിയൊരു പാവം ചെയ്ത് ഏറ്റവും വലിയ പാവിയുടെ വീട്ടിലാണ് യേശു പോയത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പറയുന്നു, ഏറ്റവും വലിയ പാവിയായി പറയുന്ന സമ്മതിച്ചോട്, കർത്താവേ ഞാൻ പാവിയാണ്, എൻ്റെ വീട്ടിലൊന്ന് വരണമേ. നീ മനസ്സുകൊണ്ടെന്ന് ആഗ്രഹിക്കുമെങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് യേശു വരും. നീ പാവിയാണെന്ന് ആമേ ഒന്ന് സമ്മതിച്ചു കൊടുക്കാമോ? ഒന്ന് യേശുവിനോട് ഏറ്റു പറയാമോ? കർത്താവേ ഞാൻ പാവിനിയാണ്. ആ പട്ടണ പാവിയായ സ്ത്രീയുടെ മേൽ വന്ന സമയത്ത്, ആമേ അരികത്ത് വന്ന സമയത്ത് ബെൻകൽ ഭരണി, ഏറ്റവും സുഗന്ധമേറിയ പരിമള തൈലം കൊണ്ട് കർത്താവിൻ്റെ കാൽക്കൽ പൂശുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ദയ, അവിടെ നന്മ, അവിടെ നന്മയിലെല്ലാം നന്മയും വിലപിടിപ്പുള്ള ഈ സുഗന്ധ തൈലം എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ളതായിരുന്നു. മറ്റുള്ളവർ ആ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവിടെ എല്ലാവരും ഉണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ളത് യേശുവിൻ്റെ കാൽക്കൽ കൊണ്ട് ആമേ നനയ്ക്കുന്ന സമയത്ത് അവിടെ നന്മ അവ കിട്ടിയ ഭൗതികമായ നന്മ യേശുവിൻ്റെ കാൽക്കൽ കൊടുത്തപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമായി മാറി. നിന്റെ ഏറ്റവും വില പിടിച്ചത് യേശുവിന് കൊടുക്കണം. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം യേശുവിനോട് ഏറ്റവും വിലയുള്ള സാധനമാണ്. അതിന് വിലയിടാൻ പറ്റത്തില്ല. ലോകത്തിന് ഒരു വിലയിടാൻ പറ്റാത്ത നിന്റെ ആ വിലയുള്ള ഹൃദയം, ആ മനസ്സിനെ യേശുവിനെ ചോദിച്ചാൽ നിങ്ങൾ എത്ര ഒരു കൊടുക്കുന്നൊരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ എവളൊരു പൊട്ടി മന്ദബുദ്ധി. എല്ലാവരും പറയും ദൈവത്തിന് വേണ്ടി നിന്ന് എല്ലാം കൊടുക്കാൻ പറയും. ഓ ഇവക്കൊന്നും വേറെ ജോലിയൊന്നുമില്ല, ഞങ്ങളാണെങ്കിൽ വേറെ എന്തെല്ലാം ചെയ്യുമായിരുന്നു. ഒരു കൺവെൻഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ട് പണം കൊണ്ട് ചുമ്മാ കൊണ്ട് എറിയാൻ. അതൊന്നും എത്രയോ പാവങ്ങൾക്ക് കൊടുക്കായിരുന്നു.
ഇന്നും പറയും യേശുവിന് ഏറ്റവും കൊടുക്കേണ്ടത് കൊടുത്താൽ. ഇന്ന് യേശുവിന് കൊടുക്കേണ്ടത് ഏറ്റവും വലുത് കൊട്. നിന്റെ ഹൃദയത്തെ യേശുവിന് കൊടുത്ത അതൊരു നന്മയാണ് കുഞ്ഞെ. ഒന്ന് പാവനിയായ സ്ത്രീ ഇവിടെ കൊടുത്തത് അവക്ക് ഏറ്റവും വിലപിടിപ്പുള്ള, സമൂഹം നോക്കുമ്പോൾ ഏറ്റവും വിലയുള്ളതാണ്. സുഗന്ധ തൈലമാണ് അല്ലേ? വെൺകൽ കരുണി പറഞ്ഞ തൈലം ആമയെ വില പിടിച്ചതാണ്. സുഗന്ധം വിറ്റെങ്കിൽ ഒരുപാട് കാശ് കിട്ടുന്നു. ഇത് വെറുതെ പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ. പക്ഷേ തൈലത്തിനെ കാട്ടിലും വില കണ്ടു യേശുവിനെ. നിങ്ങൾ എവിടെയെങ്കിലും വലുതാറ്റ് കണ്ടുകൊണ്ട് മറ്റൊന്ന് മറന്നിരുന്ന് യേശുവിനെ ആരാധിക്കാതെ സ്വീകരിക്കാതെയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വാ കൊണ്ട് ഏറ്റുപറ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമാണെന്ന് വിളിച്ചു പറയും. അവളെ കൊടുത്തു. അവളെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ നന്മ, ആ നന്മയെ യേശുവിൻ്റെ കാൽക്കൽ ഇവിടെ കൊടുക്കേണ്ട അടുത്ത് നീ കൊടുത്തോ? ഇന്ന് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. ഇപ്പം മനസ്സുകൊണ്ട് കൊടുക്കണ വേറെ എവിടെ നന്മ ഉള്ള നന്മ എല്ലാം കൊണ്ടു കൊടുത്ത് കടം കയറി. ഇന്ന് കടം കടം കടം, എവിടെ നോക്കിയാലും കടം. ഇതാ കൊണ്ടുപോകണമെന്നുള്ള വിളിയാണ്. എല്ലാം പോണ്, വീടും പോണ്, കൂടും പോണ്, എല്ലാം. ഇത് എന്തൊക്കെ പോയാലും യേശുവിൻ്റെ അടുത്ത് വരാൻ വയ്യ, യേശുവിനെ സ്വീകരിക്കാനും വയ്യ. ഞങ്ങൾ റോട്ടിൽ കിടന്ന് അടി വാങ്ങിച്ചാലും അല്ലേ, ചിലപ്പോൾ ഉടുതുണി വരെ ഊരിയെടുത്താലും ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. വിട്ടുകൊടുത്താലേ ഇട്ടുപിടിക്കും, മറക്കരുത്. വിട്ടുകൊടുത്താൽ ഇട്ടുപിടിക്കുന്ന വർഷമാണ് 2024. വീണ്ടും പരിശുദ്ധ ആത്മാവ് ആലോചന വിളിച്ചു പറയുന്നു, ഇട്ടുകൊടുക്കുന്നവരെ വിട്ടുപിടിക്കത്തുള്ളൂ. നന്മയെ പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ദയ നിന്റെ മേൽ, നിന്റെ മക്കളുടെ മേൽ വരണം, നിന്റെ തലമുറയമേൽ വരണം. ദൈവത്തിന്റെ ദയ. അതിന് നീ സലണ്ടർ ആവാതെ, കീഴ്പ്പെടാതെ ഇപ്പോഴും പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. ഞങ്ങൾ ആരാധനയ്ക്കുണ്ട്, പ്രാർത്ഥനയ്ക്കുണ്ട്, ഉപാസത്തിനുണ്ട്, കിച്ചണിലുണ്ട്, വളമ്പാനും കാര്യമുണ്ട്, പാത്രം കഴുകാനുണ്ട്. അതെല്ലാം ശരി തന്നെയാണ് ബ്രദറെ. പക്ഷെ യേശുവിനെ ഹൃദയത്തിലോട്ട് കൊടുക്കാൻ കാര്യമാണ്. ഈ ഹൃദയം ഞങ്ങൾ വേറെ ആർക്ക് കൊടുത്തു വെച്ചിരിക്കുക. ഞങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് 5-6 ദിവസം കഴിയുമ്പോൾ അറിയാം. 20-ാം തീയതി കഴിയുമ്പോൾ അറിയാം ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലതൊക്കെ പുറത്ത് വരും. എത്ര ഇത് ഒളിച്ചിരുന്നാലും ചില കുഞ്ഞുങ്ങൾ പുറത്ത് വരും. പാമ്പിൻ്റെ കുഞ്ഞാണോ, അണലിയുടെ കുഞ്ഞാണോ, ആമയടുത്ത് നീക്കോലിയുടെ കുഞ്ഞാണോ, ഏത് പാമ്പിൻ്റെ കുഞ്ഞാണോ, ചില ദിവസം കഴിയുമ്പോൾ തിരിച്ചറിയത്തക്ക വണ്ണം ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഈ വചനം കേൾക്കുന്ന ഏത് കോണിലും ലോകത്തിൻ്റെ ഏത് മൂലയിലിരിക്കുന്ന ദൈവ പൈതലേ, നീ ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, നീ പാപത്തെ പച്ചവള പോലെ വലിച്ചു കുടിക്കുമ്പോൾ നിന്റെ മേൽ നന്മ വന്നില്ല എങ്കിൽ ഒരു പരാജയമായിരിക്കും. നന്മ, ദൈവത്തിൻ്റെ ഒരു നന്മ, അവൾ കിട്ടിയ നന്മ യേശുവിന് കൊടുത്തു അല്ലേ. അവൾക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, അവൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ യേശുവിനെ കാഴ്ചവെട്ടി വെച്ചു. നിങ്ങളുടെ പണത്തെ കാട്ടിലും നിങ്ങളുടെ സമ്പത്തിനെ കാട്ടിലും ഇത് സുഗന്ധ തൈലം എന്ന് പറയുമ്പോൾ ഏറ്റവും വിലയേറിയതാണ്. അവളെ ഹൃദയമാണ് കൊടുത്തത്. മനസ്സിലായോ? ഇവിടെ ബൈബിളിൽ എന്താ എഴുതിയിരിക്കുന്നത്? തൈലം, വിലയേറെ സുഗന്ധ തൈലം എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അവളെ ഹൃദയം, പാവം പിടിച്ചിരുന്ന ഹൃദയം, നാറ്റം വെച്ച ഹൃദയം അല്ലേ, നാറിയ ഹൃദയം, പാവം ചെയ്ത് നാറി നാറ്റം വെച്ച് മൂക്ക് പിടിക്കുന്നതായ ആ നാറിയ ഹൃദയത്തെ യേശുവിൻ്റെ കാൽക്കൽ വെച്ചപ്പോൾ എന്തു പറ്റി? സുഗന്ധമായി മാറി. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവരെ, പാപത്തിൽ നാറ്റം വെച്ച് നാറി നാറി മൂക്ക് പൊത്തുന്നവരെ, നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നീ യേശുവിനെ സ്വീകരിക്കുന്നതോട് കൂടി നീ സുഗന്ധമായി മാറി. അല്ലാതെ ഒരിക്കലും സുഗന്ധമാകൂല. ഇന്ന് സുഗന്ധമാകത്തില്ല. ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഞാൻ സുഗന്ധമായി മാറിയില്ലേ? നിങ്ങൾ സുഗന്ധമായി മാറിയില്ലേ ദൈവമക്കളെ? ഈ വചനം കേൾക്കുന്ന ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നവരെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ സുഗന്ധമായില്ലേ? നമ്മൾ അടുത്തിരിക്കുന്നൊരു സുഗന്ധമാകണ്ടേ? നമ്മൾ ഒരു പാവിനിയായിരുന്നു, ഇന്ന് നമ്മളും പാവിനിയായിരുന്ന കാര്യം എന്താണ്? കർത്താവിൻ്റെ ദയ നമ്മുടെ മേൽ പകർന്നു. ഹല്ലേലൂയ. ആ നന്മ നമ്മുടെ മേൽ കടന്നു വന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 7:50 ലൂക്കോസ് 7
നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസത്തിന് രക്ഷിച്ച സമാധാനത്തോടെ പോക. അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യേശു അവരോടുകൂടെ പോയി. അല്ല, നമ്മൾ 50 വായിച്ചത്. എൻ്റെ 49. അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവർ പാപമോചനവും കൊടുക്കുന്ന ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു തുടങ്ങി. അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോക. സമാധാനത്തോടെ പോയി വരിക. യേശുവിൻ്റെ കരങ്ങൾ ആ സ്ത്രീ പാവനിയായ സ്ത്രീ സമർപ്പിച്ചപ്പോൾ പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ വിശ്വാസം അത്രത്തോളം വലുതായതുകൊണ്ടും നിനക്കൊരു സമാധാനം. ഇന്ന് സമാധാനമില്ലാതെ ഏത് കുടുംബത്തിൽ ഭാരപ്പെടുന്നവർ, നിങ്ങൾ കടഭാരത്തിൻ്റെ മധ്യയാണോ? കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, ഞെരുക്കങ്ങളാണ്, ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. പക്ഷെ നിങ്ങൾ യേശുവിന് നിങ്ങളെ ഹൃദയം കൊടുത്തിട്ടില്ല. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. പലരും യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്. സ്വീകരിക്കേണ്ടവണ്ണം സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇന്ന് പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എടാ, സൂര്യനുണ്ട്. ഈ വെട്ടം അകത്ത് കയറിയാൽ മാത്രമേ വെട്ടം അടിച്ചെന്ന് പറയാൻ പറ്റൂ. ഈ ഡോറിനകത്ത് വെട്ടം അടിക്കണമെങ്കിൽ ഞാൻ ഡോർ തുറന്നു കൊടുക്കണം. എല്ലാവർക്കും ഉണ്ടെന്നറിയാം, കണ്ടിട്ടുണ്ട്. സൂര്യൻ വെട്ടം അടിക്കും, വെളിയിറങ്ങിയാൽ കാണാം. പക്ഷേ ഈ ഡോർ ഞാൻ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ സൂര്യപ്രകാശം അകത്ത് വരും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഡോർ തുറന്നു കൊടുത്താൽ ആ വചനത്തിൻ്റെ മേൽ ഇറങ്ങി വരും. അതാ ഇന്നിവിടെ സമാധാനത്തോടെ പോയി വരിക. അപ്പോൾ നന്മയെക്കുറിച്ചും പറഞ്ഞു. അടുത്ത 7-ാമത്തേതാണ് വിശ്വസ്തത. ആർക്കുമില്ലാത്തൊരു സാധനമാണ് വിശ്വസ്തത. വിശ്വസ്തതയിൽ ഗ്രീക്ക് മുതലിന് പിസ്റ്റീസ് എന്ന വാക്കാണ് ഗ്രീക്ക് വാക്ക്. മത്തായി 23-ാം വാക്യം. മത്തായി സുവിശേഷം 23-ാം വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ. അപ്പോൾ കപടഭക്തിക്കാരന്മാര് ശാസ്ത്രിമാരുമുണ്ട്, പരീശന്മാരുമുണ്ട്. നമ്മളെ കൂട്ടത്തിൽ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ഇറങ്ങി തപ്പി നോക്കിയാൽ നമുക്കറിയാൻ പറ്റുമല്ലേ? കർത്താവിൻ്റെ കാലത്തും മനസ്സിലാക്കണം, കപടഭക്തികൾ ഞങ്ങൾക്ക് യേശുവിനെ ഉണ്ട്, പക്ഷേ കൽപ്പന അനുസരിക്കാത്തവർ, പ്രമാണം ഇല്ലാത്തവർ. സ്നേഹം ഉണ്ടോയെന്നുണ്ട്, സ്നേഹമുണ്ട്, അല്പസ്നേഹമാണ്. ഞങ്ങളുടെ സ്നേഹം 10 കൂടുന്നിടത്തറിയാം എന്ത് സ്നേഹമാണെന്ന്. അതിനെക്കുറിച്ച് പറയുന്നത് കപട സ്നേഹം. ഇവിടെ വരികയും ദൈവത്തെ ആരാധിക്കുകയും ഈ വചനം കേൾക്കുകയും ഒരു വിശേഷം വരുമ്പോൾ ആമേ ഹല്ലേലൂയ നാൾ നോക്കുക, പൊരുത്തം നോക്കുക, ഹല്ലേലൂയ മുഹൂർത്തം നോക്കുക, പിന്നെ നക്ഷത്രം നോക്കുക, പിന്നെ എതിപ്പ് നോക്കുക, ചതപ്പ് നോക്കുക, നിലം നോക്കുക, പിന്നെ എല്ലാം നോക്കുന്നുണ്ട്. ചിലവരിങ്ങനെ നോക്കുന്നുണ്ട്, എതിപ്പ് നോക്കി പോകുന്നവരുണ്ട്. ഇതെല്ലാം നോക്കിയുള്ള കപടഭക്തിയാണ്. കപടഭക്തി. ഹല്ലേലൂയ, ആമേ. അന്നും ഇന്ന് മാത്രമല്ല, അന്നുള്ള സാധനം ഇന്നുമുണ്ട്. ഞാൻ നിങ്ങളെ കുറിച്ചൊന്നല്ല, നിങ്ങളാരും പണം കരുതേ, നിങ്ങളെക്കുറിച്ചല്ല, അന്നത്തെ കാലത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ആമേ കപടഭക്തിക്കാരമായ ശാസ്ത്രിമാരും പരീശന്മാരുള്ളവരെ നിങ്ങൾക്ക് എന്താ കഷ്ടം. എങ്ങനെയുണ്ട് സിസ്റ്ററെ? പറയണ്ട. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ 2 ദിവസം വിദേശത്ത് വന്നാൽ കുഴപ്പമില്ല, 3ൻ്റെ അന്ന് കഷ്ടം. ഇപ്പം വീട്ടിലല്ല, ഇനി 2 മാസം ലീവിൽ, രാത്രി വരും, ഉറങ്ങാൻ താമസിക്കത്തില്ല, 4 കാലില്ല. അപ്പോൾ അവരെ നോക്കി ജീവിതത്തിലേക്ക് സമാധാനം ഉണ്ടാവോ? ഇല്ല, ഒരിക്കലും ഒരു സമാധാനം കിട്ടത്തില്ല. ജീവിതത്തിലേക്ക് എപ്പോഴും കഷ്ടവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും
ആമേ വേദനകളുടെ നടുവിലേക്ക് പോകുമ്പോൾ ആമേ കപടഭക്തിയുടെ നടുവിൽ നിന്നുകൊണ്ട് ആമേ വിഷയത്തിൻ്റെ മേൽ പറയാ വിശ്വസ്തതയാ. ആമേ നിനക്കൊരു ദൈവത്തോട് വിശ്വസ്തത വേണം. കപടഭക്തി നിന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ആരാധിക്കുമ്പോൾ കപടഭക്തിയോട് ആരാധിക്കാൻ പറ്റത്തില്ല. ആമേ നിനക്ക് ഹൃദയം തുറന്ന് ദൈവത്തെ സ്നേഹിക്കുവാൻ പറ്റുമെങ്കിൽ ഒരു വിശ്വസ്ത നമുക്ക് പറയാൻ പറ്റൂ. കപടഭക്തിക്കാരെ ശാസ്ത്രിമാരും പരീക്ഷമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ഘനമേറിയ ന്യായപ്രമാണം എല്ലാവർക്കും ഭയങ്കര കനമാണ്. ഇപ്പോഴും 10 കൽപ്പന എന്ന് പറയണത് എല്ലാവർക്കും കനം. ബ്രദറെ, കൽപ്പന നമുക്ക് വേണ്ട, അക്ഷരം വേണ്ട, പലക മതി അല്ലേ? എഴുത്ത് വേണ്ട, ഇന്ന് പേപ്പർ മതി അല്ലേ? ജോലി വേണ്ട, നോട്ട് കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ജോലി ചെയ്യണ്ട, ശമ്പളം വല്ലതും കിട്ടുമോ? അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരും നിരാശയുടെ താടിയിലൊന്നും കൈ കൊടുക്കരുത്. വചനമാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ റോക്കറ്റ് പോകുമ്പോൾ നിങ്ങളെ കയ്യിനെ എടുത്തുകൊണ്ടങ്ങ് പോകും. പ്രൈസ് ഹല്ലേലൂയ, പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നത് ഘനമേറിയവ ത്യജിച്ച് കളയുകയും അതിനെ ത്യജിച്ച് ബൈബിൾ അടിസ്ഥാനത്തെ കൽപ്പന ത്യജിച്ച് കളയുക, എടുത്ത് കളയുക, വേണ്ടാന്ന് വയ്ക്കുക, നിസ്സാരമായിട്ട് കാണുക, അതിനെ ത്യജിച്ച് കളയുകയും ചെയ്യുന്ന അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. നമ്മൾ ത്യജിക്കേണ്ടത് ത്യജിക്കുന്ന നമ്മൾ വേണ്ടാത്ത കാര്യം കർത്താവ് പറഞ്ഞു അത് ചെയ്യല്, നമ്മളത് ചെയ്യും. ഇന്നെല്ലാം ലോകം അങ്ങനെയാണ്. അങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യും. ത്യജിക്കേണ്ട കാര്യം ത്യജിക്കാതെ അല്ലേ? ത്യജിച്ച് കളയാത്ത കാര്യങ്ങൾ, ഇന്ന് ത്യജിക്കേണ്ട സാധനം ത്യജിച്ച് കളയണം. വേണ്ടാത്തത് നമ്മൾ പറയും വേണ്ട. കർത്താവ് എന്തൊക്കെ വേണ്ടാന്ന് ലോകത്തോട് പറഞ്ഞോ അതെല്ലാം ഇന്ന് പലരുടെ വീട്ടിനകത്തുണ്ട്. ദൈവത്തോടുള്ള ഭയങ്കര വിശ്വസ്തതയാണ്. കട്ടിലിൻ്റെ അടിയിലും തട്ടിൻ്റെ മണ്ടയിലൊക്കെ കയറി നോക്കണം വല്ലപ്പോഴേക്കൊക്കെ, എവിടെയൊക്കെ പാരമ്പര്യത്തിൻ്റെയൊക്കെ കെട്ടിക്ക് പൂട്ടി വെച്ചേക്കണമെന്ന്. ഹല്ലേലൂയ. പാസ്റ്റർ താഴെക്കൂടയിൽ വരുവുള്ളൂ, ഒരക്കൂടെ പിടിക്കാൻ വരട്ട്. എല്ലാത്തിനെയും പൊക്കുന്നൊരു കാലം വരും. കർത്താവിൻ്റെ കണ്ണിന് ആർക്കും മറയ്ക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയായിരിക്കണം. ആമേൻ. ആത്മാവിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ കൽപ്പനയിൽ നീ കയ്യിലെടുക്കണം. വചനം 10 കൽപ്പനയിൽ നിന്റെ ജീവിതത്തിലേക്ക് മാറോടിൻ്റെ വസ്ത്രം പോലെ നീ പുതയ്ക്കണം. ദൈവ പൈതലേ, നിന്റെ പ്രമാണം, ദൈവം തരുന്ന പ്രമാണം നിന്റെ ശരീരത്തിൽ പുതയ്ക്കുന്ന ഒരു വസ്ത്രം പോലെ പുതച്ചു കിടന്നാൽ ഈ ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റിയ കാര്യം എന്താണ്? ഈ ലോക പാവ പിശാചിനെ തൊടത്തില്ല. ഓ, എൻ്റെ മേൽ അത് കിടക്കുന്നുണ്ട്. അത് സ്നാനം മാനസാന്തരത്തിൽ എല്ലാവർക്കും അത് വേണം. നിങ്ങളിഞ്ഞ് സ്നാനപ്പെട്ടില്ല അത് മാത്രം എടുത്ത് അങ്ങനെയല്ല, ഇതെല്ലാവർക്കും വേണം. എല്ലാവരുടെ ശരീരത്തിൽ അത് കിടക്കണം. അല്ല ഞാൻ സ്നാനപ്പെട്ടില്ല എനിക്കത് എടുക്കാം എന്നുള്ളതല്ല, ഇതെല്ലാവർക്കും ഇത് വേണം. ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ ഘനമേറിയ ഭാരമേറെ തോന്നരുത്. അത് ലഘുവാണ്, മൃദുവാണ്. ദൈവം നമുക്ക് തരുന്ന വചനത്തെ മൃദുവാണ്. ആ വചനത്തെ നമ്മൾ ദൈവം തരുന്ന വചനത്തെ നമ്മൾ മൃദുവാതെ വലുതായിട്ട് കണ്ടുകൊണ്ട് ചെയ്യല്ലെന്ന് പറയുന്ന കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും? അതിന് നമ്മൾ വലുതായിട്ട് കണ്ട് ചെറുതിനെ ചെറുതായിട്ടും വലുതിനെ വലുതായിട്ട് കാണാൻ ഒരു കൃപ നീ പ്രാപിച്ചോ? ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കാൻ നോക്ക്. വചനം പറയുന്നു നീ വിശ്വസ്തയോടെ ആമേൻ ഹല്ലേലൂയ നിത്യജീവനിലേക്ക് തിരിയുകയും വേണം. റോമർ 3:3 വാക്യം. റോമർ 3:3 ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ചിലർ വിശ്വസിച്ചില്ല, അവരുടെ അവിശ്വാസത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ
കർത്താവ് യേശു ക്രിസ്തു മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ശിഷ്യന്മാർ എല്ലാവരുടെ സമയത്ത് ഒരാൾ മാത്രമില്ലായിരുന്നു. അവൻ പറഞ്ഞു, തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. ആമേ, വിശ്വസ്തത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യേശു പറഞ്ഞു, യേശു പറയുന്ന കാര്യം നിങ്ങൾ സ്വീകരിക്കണം. യേശു ജീവിച്ചിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഭൂമിയിൽ യേശു ഭൂമിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ആമേ അവൻ ജീവൻ ബലിയായി മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരുള്ള സമയം 12 ശിഷ്യന്മാരുടെ സമയത്ത് ഒരു ശിഷ്യൻ മാത്രം അവിടെ ഇല്ലായിരുന്നു, തോമസ് ഇല്ലായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, 11 പേരും പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. യേശു ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇന്ന് തോമസിന്റെ പക്ഷത്തുള്ള ഒരുപാടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് പോലും വിശ്വസിക്കാതെ, കേട്ടിട്ട് വിശ്വസിക്കാതെ. ഇന്ന് പലരും പറയും, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നിന്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങി വരുന്ന സ്നേഹത്തെ നീ ഓർക്കണം. അത് നിനക്ക് ദൈവം തരുന്ന വിശ്വസ്തതയാണ്. യേശു ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഓക്സിജൻ വലിച്ചു കയറ്റുന്നത്. യേശു നമുക്ക് ഓക്സിജൻ എൻ്റെ പ്രാണനാ തന്നിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഷൂ എന്നെടുക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് വിടും, അല്ലേ? യേശു ആമേ ഹല്ലേലൂയ. നമ്മൾ വലിച്ചുമ്പോൾ അവൻ പിടിക്കും, തിരിച്ചു വിട്ടേറിയ. അപ്പൻ ജീവിച്ചിരുന്ന പ്രതീകമാണ്. ആമേ ഹല്ലേലൂയ. നമ്മുടെ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നത് തിരിച്ചെടുക്കും. തിരിച്ചങ്ങോട്ട് ഇങ്ങോട്ട് വിടുന്നത് കൊണ്ടാണ് അതിൻ്റെ പ്രതീകം. ഒന്ന് മനസ്സിലാക്ക്, നീയും ഞാനും വലിച്ചേറ്റ ഓക്സിജന് തുല്യം എൻ്റെ യേശു ജീവിച്ചിരിക്കുന്നതിന് തുല്യമാണ്. അല്ല ചുമ്മാ പോയിട്ട് കയറി പറഞ്ഞൊന്നുമല്ല. നീ വിടുന്ന ഓക്സിജൻ തിരിച്ചു വിടുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് തിരിച്ചു വിട്ടുതരും. ഇന്ന് പലതും തിരിച്ചു വിടാതിരിക്കോ പറയും, മരിച്ചു, ശവമായി, ജഡമായി. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നീയും ഞാനും സംഭവിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമാണ്. ദൈവ പൈതലേ, നമ്മുടെ ദൈവം ജീവിക്കുന്നു. ചിലർ വിശ്വസിച്ചില്ല. ഇന്ന് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വാസത്തിൽ അവരുടെ അവിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുവാൻ ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഈ ലോകത്തിന്റെ അധിപതിയായ ദുഷ്ട പിശാച് ഹൃദയങ്ങൾ അടച്ചു വെച്ച് ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയാതെ, സത്യദൈവത്തിന്റെ കണ്ണ് തുറക്കാൻ കഴിയാതെ നിങ്ങളുടെ ഹൃദയങ്ങളെ കുരുടാക്കി വെച്ചത് കൊണ്ടാണ് സത്യം പ്രകാശിക്കാതെ അസത്യത്തിൽ തപ്പുന്നത്. ഇന്ന് ദൈവത്തോട് പറ, എനിക്ക് സത്യം വെളിപ്പെടണോ. സത്യദൈവമേ, നീ സത്യദൈവമാണ്. സത്യവേദ പുസ്തകം വിളിച്ചു പറയുന്നു, ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളൊന്ന് ഒരു സത്യദൈവം, നീ സത്യമാണ്, വാസ്തവമായി നീ ക്രിസ്തുവായിരുന്നെന്ന്. ആമേ ഹല്ലേലൂയ. അന്നത്തെ റോമൻ ചക്രവർത്തി വാസ്തവമായി ക്രിസ്തുവായിരുന്നു. യേശു ക്രിസ്തുവിനെ ആമേ ശിക്ഷിച്ചപ്പോൾ അവർക്ക് അറിഞ്ഞില്ല. പക്ഷെ ഉയർത്തെഴുന്നേറ്റ സമയത്തും അന്നത്തെ ഭരണകർത്താവ് പറഞ്ഞു, വാസ്തവമായും ക്രിസ്തുവായിരുന്നു. നമ്മൾ ഇനി എന്നാ യേശുവിനെ ശരിക്കും ക്രിസ്തു എന്ന് അറിയാൻ പോകുന്നത്? ഇന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്നാ അറിയാൻ പോകുന്നത്? അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുക, വാസ്തവമായി നിങ്ങളുടെ മേൽ യേശു ഉണ്ട്. ഇന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ഇന്ന് നമ്മുടെ മധ്യേ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്. ദൈവമേ, നീ വിശ്വസിക്കണം, നിന്റെ കൂടെയുണ്ട്. നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കൂടെയുണ്ട്. നീ ഉറങ്ങുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്നൊരു യേശു ഉണ്ട്. നിന്നെ രക്ഷിക്കുന്നൊരു യേശു ഉണ്ട്. കടഭാരം വരുമ്പോൾ നിന്നെ തള്ളിക്കളയുന്ന യേശുവല്ല, നിന്റെ ഉപജീവന മേഖലയിൽ അടഞ്ഞിരിക്കുമ്പോൾ തുറക്കുന്ന യേശുവാണ്. നീ വിദേശത്തും സ്വദേശത്തുമായിരിക്കുമ്പോൾ നിന്റെ ഹസ്ബൻഡ് വിളിക്കുന്നില്ല, മക്കൾ വിളിക്കുന്നില്ല, ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ യേശു വിളിക്കുന്നുണ്ട്. ഇന്ന് തകർന്ന് തരിപ്പണമായി, എല്ലാം നഷ്ടപ്പെട്ടവളായി ഒറ്റപ്പെട്ട് ജീവിതം തകർന്നു പോയി, എവിടെയും എത്താതെ ഉടഞ്ഞു പോയി അവരോട് നോക്കി പറയാ, ഒരു യേശു നിന്നെ രക്ഷിക്കാൻ പറ്റും. ഒരു യേശുവിനെ മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് യേശുവിനെ വിളിക്കാമോ? യേശുവേ എന്ന് വാ തുറന്ന് വിളിക്കാമോ? അവൻ വിശ്വസ്തനാണ്. നീ യേശുവിനെ വിളി. നീ തകർന്നു പോയി, നിന്റെ ജീവിതം തകർന്നു പോയി, നിന്റെ മോളെ ജീവിതം തകർന്നു പോയി, നിന്റെ മോന്റെ ജീവിതം തകർന്നു പോയി, നിന്റെ കുടുംബം തകർന്നു പോയി, നീ പരാജയപ്പെട്ടവനാണോ, പരാജയപ്പെട്ടവളാണോ? ഇന്ന് വിളി, യേശുവേ. യേശു ആരൊക്കെ വിളിക്കുമോ? യേശുവിനെ ആരൊക്കെ വിളിക്കുമോ?
ഒന്ന് വാ തുറന്ന് ആരൊക്കെ വിളിക്കുമോ നിനക്ക് വേണ്ടി മറുപടി തരുവാൻ അവൻ നിന്റെ വിളി കാത്തുതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വാ തുറന്ന് വിളിക്കാൻ പറ്റുമോ? ഒന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇത് നിലവിളിക്കുന്നവർക്ക് വേണ്ടി ഒരു വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ഈ ലോകത്ത് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയും, ഈ ലോകത്ത് ഒരേ ഒരു ദൈവം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അഭിമാനത്തോടെ ഞാൻ പറയും. കാര്യം എന്താണ്? എല്ലായിടവും പോയി നാടും മൊത്തവും തെണ്ടി തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് എവിടെ ദൈവമുണ്ടെന്ന് തപ്പി നോക്കിയിട്ട് എനിക്ക് ഒരു ദൈവത്തെയും കാണാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിലേക്ക് അലഞ്ഞ് തിരിഞ്ഞു നടന്ന സമയത്ത് എവിടേക്ക് ഞാൻ തിരിഞ്ഞു? ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ അന്വേഷിച്ച് നടന്നു. പക്ഷെ ആ സ്ഥാനത്ത് എൻ്റെ കൂടെ ഒരു യേശു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുന്ന യേശുവിനെ നീ തിരിച്ചറിയണം. അവൻ വിശ്വസ്തനാണ്. നിന്നെ രക്ഷിക്കുവാൻ അവന് കഴിയും. എൻ്റെ അപ്പന് കഴിയും. നിനക്ക് യേശുവിന് അത്രത്തോളം ഒരു ഉറപ്പ് നിനക്ക് വേണം. എൻ്റെ യേശുവിന് എന്നെ രക്ഷിക്കുവാൻ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, എൻ്റെ ഭാവിയെ രക്ഷിക്കുവാൻ, എൻ്റെ അടുത്ത ജീവിതത്തിലേക്ക് എന്നെ ഉയർത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും. നീ പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളാണോ? പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങൾ പറ, ഈ വചനം കേൾക്ക, പറ, എൻ്റെ യേശു അപ്പച്ചനാണ് എന്നെ സഹായിച്ചത്, ഞാൻ അതുകൊണ്ട് ജയിക്കും. നീ തോക്കത്തില്ല. 10ാം ക്ലാസ് തോക്കത്തില്ല. ഒരു പരീക്ഷ തോക്കത്തില്ല. ഏത് പരീക്ഷ എഴുതിയാലും നീ യേശുവിൻ്റെ പേര് പറഞ്ഞ് പേന എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്കായിരിക്കും. അത് എല്ലാം A+ ആയി വീഴുന്നുണ്ട്. ഈ പ്രാവശ്യം ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. ഈ നാവ് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ചതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പോൾ നിങ്ങളെ ചെയ്യും. കാര്യം ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശ്വസ്തയെ വിട്ടു പോകത്തില്ല. നീ വിശ്വസിക്കണം. നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കണം. കാര്യം കാണാൻ വേണ്ടി യേശുവിൻ്റെ അടുത്ത് വരല്ലേ. കാര്യം കണ്ടിട്ട് കരിയപ്പല പോലെ യേശുവിൻ്റെ അടുത്ത് എറിയുന്ന ഇന്ന് പല വ്യക്തികളുടെ രോഗസൗഖ്യം കിട്ടി അതോടെ കളയും. കുറച്ച് പണം കിട്ടി അതോടെ കളയും. വീട് കിട്ടി അതോടെ പോകും. കാര്യം കാണാൻ വേണ്ടി, കാര്യ സാധനയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കണ്ടിൽ പൊടിയിടുന്ന ജഡിക ജപ്പനാണ്. തിരിച്ചറിയണം, നീ യഥാർത്ഥ വിശ്വാസിയല്ല. നിന്നെ നോക്കി വിളിച്ച കപട ഭക്തിയാണ്. നിനക്ക് വിശ്വസ്ത ഉണ്ടെങ്കിൽ നീ യേശുവിനെ സ്വീകരിക്കും. കുഞ്ഞ്, നിനക്ക് ദൈവം തന്ന നന്മകളെ ഓർത്ത് എണ്ണി പറയൂ. യേശുവിനെ വേണ്ടെന്ന് ആരും പറയത്തില്ല. നിന്നെ വിശ്വസ്തയോടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിശ്വസ്തരായ ദൈവത്തെ നിനക്കൊന്ന് വിശ്വസിച്ചൂടാ? കാര്യം കാണാൻ വേണ്ടി ഭയങ്കര കരച്ചിലാണ്. എനിക്കത് വേണമല്ലോ. ഹല്ലേലൂയ. എടാ, നഷ്ടപ്പെടുമ്പോഴല്ല നിന്നെ അനുഗ്രഹിച്ചു ഒരു നന്മ ദൈവം തന്നാൽ മരിക്കോളം യേശുവിൽ നിൽക്കണം. യാതൊരു പ്രതികൂലത്തിൻ്റെയും ജയിക്കണം. ഹല്ലേലൂയ. അന്നത്തെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയതൊരു കുറവ്. നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. ഈ കൈ ചൂണ്ടുന്നവരെല്ലാം പിടിച്ചോ, നിന്നെ കുറിച്ച് തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നീ കരഞ്ഞപ്പോൾ നിന്നെ എടുത്തില്ലയോ? നിന്നെ ലോകം തൂക്കി എറിഞ്ഞു, പാപത്തിലേക്ക് എറിഞ്ഞില്ലയോ? മാറി പലരും എടുത്ത് ചവിട്ടി കൂട്ടിയപ്പോ നീ യേശുവിനെ വിളിച്ചു വിശ്വസ്തയോടെ. യേശു രക്ഷിച്ചു. ഇപ്പം വിടുതലും കിട്ടി, മക്കളുമായി മരുമക്കളുമായി എല്ലാ സൗഭാഗ്യവും, വീടുമായി പെയിൻറ്റ് അടിച്ച് വാർത്ത് എല്ലാ സൗഭാഗ്യമായി. അപ്പോൾ യേശുവിനെയും വേണ്ട, യേശുവിൻ്റെ വചനവും വേണ്ട, എനിക്കൊന്നും വിശ്വസിക്കാനും പറ്റുന്നില്ല. എന്താ ഇപ്പം കയ്പ്? ഇപ്പം ഭയങ്കര കയ്പാണല്ലോ. കയ്പൊരു നാശത്തിനാണ് കുഞ്ഞേ. യേശുവിനോട് എന്തെങ്കിലും കയ്പാറ്റി നിനക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വിശ്വാസ ജീവിതത്തിൽ എവിടെയോ ഒരു വിള്ളൽ വീഴ്ന്നിട്ടുണ്ട്. വിശ്വാസത്തിന് വിള്ളൽ വീഴ്ന്നിട്ടുണ്ട്. നിന്നെ എവിടെയോ അലട്ടുന്നത് തെവിട്ടിക്കൊണ്ടിരിക്കുന്നു. നിന്നെ എവിടെ അലട്ടുന്നത് തെവിട്ടുന്നു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് സഭയോട് വിളിച്ചു പറയുന്നു, ലോകത്തോടൊരു ദൂത് വിളിച്ചു പറയുന്നു. നിന്നെ അലട്ടുന്നത് തെവിട്ടുന്നത് തുപ്പിക്കളയണം. ഇന്നെന്റെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് ഞാൻ ദൈവത്തോട് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ
പരിശുദ്ധാത്മാവിനോട് തന്നൊരു വാക്യമാണ്. പലരും അലട്ടിക്കൊണ്ടിരിക്കുന്നു, അത് തെവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് പിടിയിട്ടില്ല. അലട്ടുന്നു, തെവിട്ടുന്നു. ഞാൻ കർത്താവ്, എന്താ കർത്താവേ അലട്ടുന്നു തെവിട്ടുന്നത്? ഇപ്പോഴല്ലേ സംഭവം കിട്ടിയത്. അത് തുപ്പിക്കളയണം. നിന്നെ അലട്ടുന്ന തെവിട്ടുന്നുണ്ടെങ്കിൽ അത് തുപ്പിക്കളഞ്ഞിട്ട് നീ യേശുവിനെ വിശ്വസ്തയോടെ മുറുകെ പിടിച്ചോ. നിന്നെ ഉയർത്തുവാൻ, നിന്നെ കരകയറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ചില വിശ്വസിച്ചില്ല. നിനക്ക് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ അവിശ്വാസ കൂട്ടത്തിലാണോ? നിങ്ങൾ പ്രശ്നം വരുമ്പോൾ മാത്രം യേശുവിന്റെ അടുത്ത് പോകരുത്. പ്രശ്നം വന്നാലും വന്നില്ലെങ്കിൽ യേശുവിന്റെ അടുത്ത് പോകണം. പ്രശ്നം വരുമ്പോൾ മാത്രമല്ല, ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമല്ല യേശുവിന്റെ അടുത്ത്, എപ്പോഴും യേശുവിന്റെ അടുത്ത് പോകണം. എന്നും യേശുവിന്റെ അടുത്ത് ഇരിക്കണം. പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ദൈവം ഡീൽ ചെയ്യ കാര്യം എന്താണ്? എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ യേശുവിനെ അറിയാം. ഞാൻ നോക്കണ്ടെന്ന്, എനിക്ക് നോക്കാൻ സമയമില്ല. ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്താൽ മതി, ദൈവത്തിന് ഇഷ്ടം ചെയ്താൽ മതി. എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും. ഞാൻ വിശ്വസ്തനാണ്. നീ ദൈവത്തിൻ്റെ വിശ്വസ്തയായി മാറണം. ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായി മാറണം. ചിലർ വിശ്വസിച്ചില്ല, ഇന്നും വിശ്വസിക്കുന്നില്ല. യേശുവിനെ വിശ്വസിനെ കണ്ടിട്ടും, തോമസിനെ കണ്ടിട്ടേ വിശ്വസിക്കുള്ളൂ. ഇന്ന് കണ്ടിട്ടും കാണാൻ വേണ്ടി പലതും മാറ്റി വയ്ക്കുമ്പോൾ നോക്കുമ്പോൾ, ഇന്ന് ചിത്ര ചെവരിലൊക്കെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച് കാണുന്നതല്ല വിശ്വാസം കുഞ്ഞ്. കാണാതെ വിശ്വസിക്കുന്നവരോ ഭാഗ്യവാനെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. കാണുന്നവരല്ല, കാണാത്തവരാ ഭാഗ്യവാന്മാർ. അവൻ പോയതുപോലെ വരും. യേശു പോയതുപോലെ വരും. എൻ്റെ യേശു മാത്രമേ വരുള്ളൂ. ഈ ലോകത്ത് ഒരുപാട് മരിച്ചു. എത്രയോ സിനിമാ നടന്മാർ പേരുകെട്ടർ മരിച്ചു. എത്രയോ നമ്മുടെ മന്ത്രിമാർ, പ്രധാന രാഷ്ട്രപതികൾ, ഉന്നതന്മാർ എല്ലാവരും ഈ ലോകത്ത് നീക്കപ്പെട്ടു. പക്ഷേ ഒരേ ഒരാളെ വരുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാരെന്ന് കേട്ടുകഴിഞ്ഞാൽ അവൻ ദൈവമാണ്, മറ്റുള്ളൊരു ദൈവമല്ല. യേശു മാത്രം ദൈവമാണ്. ആ ദൈവത്തെ വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എല്ലാവർക്കും അറിയാം, ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. തെളിവെന്താണ്? കുഞ്ഞുങ്ങൾക്കൊന്ന് ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. നമുക്കറിയാം ഗാന്ധിജി. എല്ലാവരും വിശ്വസിക്കുന്നു അല്ലേ? നിങ്ങൾ കണ്ടിട്ടാണോ? കാര്യം നിങ്ങളെ കയ്യിലെ നോട്ടിനകത്ത് ഗാന്ധിജിയുടെ ഫോട്ടോയുണ്ട്. ഗാന്ധിജിയുടെ ഫോട്ടോ ഉള്ളതുകൊണ്ട് പറയും രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് ഒരു നോട്ടിലും അടിച്ചു വെച്ചില്ല. എൻ്റെ അപ്പൻ ഒരു നോട്ടിലും ഫോട്ടോ അടിച്ചു വെക്കാത്തോണ്ട് ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇല്ല, അതുകൊണ്ടാ പറയുന്നത്. കണ്ട് വിശ്വസിച്ചവരല്ല, കാണാതെ വിശ്വസിക്കുന്നവരാ ഭാഗ്യവാന്മാർ. ഇന്ന് കാണാതെ വിശ്വസിക്കുന്നവരാ. ഇന്ന് നിങ്ങൾ കാണാതെ അവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ദൈവത്തോട് വിശ്വസ്തോടെ നിൽക്കുന്ന മക്കൾക്ക് ഒരു നാൾ നീക്കം വരില്ല. 1 തിമോഥെയോസ് 6:12 വാക്യം. 1 തിമോഥെയോസ് 6:12 വാക്യം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നമ്മൾ വായിച്ച 1 തിമോഥെയോസ് 6:12 വാക്യമാണ്. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു. നിങ്ങളെ നോക്കി പൗലോസ് വ്യക്തമായി, പൗലോസിന്റെ ഭാഷ, വിശ്വാസം നല്ല പോർ പൊരുതി ഓട്ടക്കളത്തെ സ്ഥിരതയോടെ ഓടി നിത്യജീവനെ പിടിക്കുവാൻ. നമ്മൾ എന്തൊക്കെ നേടിയാലും, ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടാക്കിയാലും, എത്ര നില വീട് വെച്ചാലും, എത്ര നില വണ്ടി എടുത്താലും, എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും യേശുവിനെ കിട്ടിയില്ലെങ്കിൽ എല്ലാം പരാജയമാണ് കുഞ്ഞേ. ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങളെ സുഖിപ്പിക്കുന്ന സാധനങ്ങൾ
ജീവിതകാലം വരെ സൂചിപ്പിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇപ്പം സന്തോഷിപ്പിക്കുന്ന സാധനം ഒന്നും അവസാനം വരെ സന്തോഷിപ്പിക്കത്തില്ല. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അവസാനം വരെ കാണുമെന്ന്. ആരോ ഒരാളുടെ കൈയടിക്കുന്നു, പിടികിട്ടിയവർ. പ്രൈസ് ഹല്ലേലൂയ. ഇപ്പം സന്തോഷിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊന്നും അവസാനം വരെ കാണത്തില്ല. ആമേ ഹല്ലേലൂയ. ഇതൊക്കെ വഴിയിൽ വീഴും. ആമേ ഹൽ. ഇത് പറയുമ്പോൾ ചിലർ മാട് പറയുമ്പോൾ പിടിച്ചെടുക്കുകയാണ്. കാര്യം ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. ഇപ്പൊ നീ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആമേ ഈ പറയുന്നവർ തന്നെയാണ് നിനക്കെതിരായിട്ട് തിരിയും. അല്ല, നീ എഴുതിയിട്ടോ സമയം വരെ കുറിച്ചിട്ട്. എൻ്റെ പ്രാർത്ഥനാ സമയത്ത് സമയം വരെ വരണം. നിന്നെ ആരാണോ പൊക്കി വെച്ചിരിക്കുന്നത് അവർ തന്നെയാണ് വലിച്ച് താഴെ ഇടും. അതിന് ഒരു മാറ്റമില്ല. ഒരു മാറ്റം 2024 അവസാനിക്കും മുമ്പേ അത് സംഭവിച്ചിരിക്കും. ഞാൻ ആത്മാവിനായെന്ന് പറയുന്നത്. നീ ആരോ നിന്നെ പൊക്കി വെച്ചിട്ടുണ്ടോ, പിടികൊടുക്കാതെ, ദൈവസ്ഥലിൽ സറണ്ടർ ആവാതെ, ആമെ കീഴ്പ്പെടാതെ ഇന്ന് പറയുകയാണ്, ആമെ എനിക്ക് പറ്റില്ല, മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാനുണ്ടെന്ന് ജഡം പറയുന്നുണ്ടെങ്കിൽ ഈ ജഡം തന്നെ നിന്റെ മേലൊരു ഭാരമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കുള്ളത് നിങ്ങൾ എടുക്കുക, മറ്റുള്ളവർ ലോഹം എടുക്കട്ടെ. നിങ്ങൾക്കുള്ളത് മാത്രമേ എടുക്കാവൂ. അല്ല, ഇവിടെ ഇരുന്നും കൊണ്ട് ആമേ ആട്ടാമിട്ടേക്കണ എന്താണ് പരുത്തിക്കുരും ഉഴുന്നും അരിയും കൂടെ ആയി പോവരുത്. അരിയും ഉഴുന്നും രണ്ടായിട്ട് അരച്ചാൽ കൊള്ളാം, ഒരുമ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള പരുത്തിക്കുരുടെ ഇട്ട് അരച്ചളയില്ല കേട്ടോ. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിക്കണം. ഒരു നിത്യജീവനുണ്ട്. ഈ ലോകത്തെ ജീവിച്ച് പോകുന്ന നമ്മൾ, ഈ ലോകത്ത് എല്ലാവരും ജീവിക്കും അല്ലേ? ഈ ലോകത്ത് എല്ലാവരും ജീവിക്കും, എല്ലാവരും മരിക്കും. ഈ കാണുന്ന എല്ലാവരും മരിക്കും. മരിക്കാനല്ല ഞാൻ പറയുന്നത്, എല്ലാവരും ഒരു സമയത്ത് മരിക്കും. ഞാനും മരിക്കും, എല്ലാവരും മരിക്കും. പക്ഷേ നിങ്ങൾ പറയും ഞാൻ മരിക്കത്തില്ല, അങ്ങനെയൊന്നും എന്നെ കൊല്ലാൻ പറ്റൂല. എത്ര പ്രാവശ്യം മരിക്കാൻ പേടേ? എത്ര പ്രാവശ്യം ഇറങ്ങി ഓടിയടേ? ചേച്ചി എത്ര പ്രാവശ്യം ഓടി? അണ്ണ എത്ര ദിവസം ഓടി? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ കാണിക്കാൻ നമ്മ കർത്താവ് പറഞ്ഞു, നിന്നെ ഇപ്പൊ പിടിച്ച് വിട്ടുകൊടുത്തില്ല. നിന്നെ എന്നെ ദൈവം വിട്ടുകൊടുത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. ജീവിക്കേണ്ട ഒരു ആയുസ്സുണ്ട്. ജീവിച്ച് തന്നെ തീർക്കണം. പക്ഷെ നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ തീരുന്നല്ല ജീവിതം. ഇവിടെ തീർന്നു പോണതല്ല ജീവിതം. ഈ സുഖത്തിൽ കിടന്നുകൊണ്ട് പായസം കോരി കോരി കുടിക്കുമ്പോ മനസ്സിലാക്കൂല, ഇത് ഇവിടെ മാത്രമല്ല ഉള്ളത്. ഇതിന്നൊരു നിത്യജീവിതമുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ള നിന്നുകൊണ്ട് ഭൂമിയെ ചിന്തിക്കുന്നു. ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയിലുള്ള കാര്യം ചിന്തിക്കും. പക്ഷെ നിങ്ങൾ ഉയരത്തിലോട്ട് നോക്ക്, നിങ്ങളൊരു മലയുടെ മണ്ടയിലോട്ട് കയറി നോക്ക്, നിങ്ങളൊരു മരത്തിന്റെ മണ്ടയിൽ കയറി താഴോട്ട് ഇറങ്ങി നോക്ക്. ഞാൻ മരത്തിൽ കയറി, പണ്ട് നേരത്തെ മരത്തിൽ കയറുമായിരുന്നു. കയറിയിട്ട് താഴോട്ട് നോക്കും. എൻ്റെ ഒപ്പ് കൈ വിട്ട് കഴിഞ്ഞ് നല്ല പണിയായിരുന്നു അല്ലേ? മരത്തിന് മണ്ട കയറിയിട്ട് പ്ലാവില് ചക്കയുടെ കയറും, കമ്മൂലൊക്കെ നേരത്തെ കയറുമായിരുന്നു, പാക്കൊക്കെ എടുക്കാം. അപ്പോൾ ഇന്ന് താഴോട്ട് നോക്കും. ഓ, ഒന്ന് കൈവിട്ടെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നു, അന്തം വിട്ടു പോവില്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇവിടെ നിന്ന് ഉയരോട്ട് നോക്കുമ്പോൾ ഭയങ്കര കാര്യങ്ങളാണ്. പക്ഷെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കണം. നിങ്ങളൊരു കുന്നിന്റെ മണ്ടയിൽ കയറി, കുരിശുമല കയറിയവരില്ലേ? വലിയ വലിയ മലകളിൽ കയറിയില്ലേ? മലകൾ ഇഷ്ടം പോലെ ഇല്ലേ? നിങ്ങളുടെ അടുത്ത് പാറ മണ്ടെങ്കിലും കയറിയിട്ട് നോക്ക്, താഴോട്ട് നോക്ക്. എന്റെ അപ്പൻ താഴോട്ട് നോക്കുന്നുണ്ട്. ഉയരത്തിൽ വസിക്കുന്ന ദൈവ ആമേ താഴോട്ട് നോക്കുമ്പോ നിങ്ങളെ താഴെ നിൽക്കുന്ന കാണുന്നു. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഉയരോട്ട് നോക്കുന്നില്ല, നിങ്ങൾ താഴോട്ടാ നോക്കുന്നത്. ആമേ ഈ ഭൂമിയിൽ നമുക്ക് അല്പകാലം മാത്രം, അത് കഴിയുമ്പോൾ നിത്യജീവനുണ്ട്. വിശ്വസ്തയ്ക്ക് മാത്രമേ, നമുക്ക് വിശ്വസ്തയോടെ നിന്നാൽ മാത്രമേ, യേശുവിനോട് വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ. ഇപ്പൊ വിശ്വസ്ത കാണിക്കാൻ പറ്റിയില്ല, തെറ്റും കുറ്റവും വന്നു, പാവം വന്നു, ഏറ്റു പറയാം. ഒരുപാട് ഇപ്പം ദൈവത്തെ അറിഞ്ഞവരാ, ദൈവത്തെ അറിഞ്ഞവർ തന്നെയാണ് ഏറ്റു പറയണം. അപ്പാ തെറ്റ് പറ്റി, എന്നോട് ക്ഷമിക്കണം.
ദൈവമക്കളെ, ഒരു മാനസാന്തരത്തിലൂടെ ഏറ്റു പറഞ്ഞാൽ ഒരു മനസ്സലിവുള്ള ഒരു ദൈവത്തെ ഇതിനകത്ത് കാണാം. ഈ കർത്താവ് ക്രൂരനൊന്നുമല്ല. എൻ്റെ കർത്താവ് യേശു ക്രിസ്തു അത്ര ക്രൂരനൊന്നുമല്ല. അവൻ മനസ്സലിവുള്ള ദൈവമാണ്. നിന്റെ പാപം എത്ര കടുച്ചുമപ്പായാലും ഒന്ന് ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ നീ വിശ്വസ്തനായി, ദൈവത്തിന്റെ വിശ്വസ്ത മകളായി, വിശ്വസ്ത മകനായി ദൈവം മാറ്റും. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വിശ്വസ്ത മകളാവണം, മകനാവണം. നീ വിശ്വാസത്തിലൂടെ നല്ല ഏതും ആത്മീയലും ഭൗതികത്തിലും പൊരുതുക എന്നൊരു വാക്യമുണ്ട്. അതിനുള്ള വിശ്വസ്തത. ഈ വിശ്വാസം നഷ്ടപ്പെടരുത്. മറ്റുള്ളവരെ കൂട്ടുകൂടിയാൽ നിന്റെ കാര്യവും നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, പോകരുത്. ആ പോക്കിലങ്ങ് പോവരുത്. നീ കർത്താവിന്റെ വിശ്വസ്തയോടെ നിന്നാൽ കർത്താവിന്റെ വരവിൽ എന്റെ ദാസിയേ എന്നൊരു വിളിയുണ്ട്, എന്റെ ദാസനേ എന്നൊരു വിളിയുണ്ട്. നല്ല ദാസനേ, നല്ല ദാസിയേ. ഇത് പിടിക്കണം ദൈവമക്കളെ. വരുന്ന ദിവസങ്ങൾ സംഭവിക്കും. വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുക. നിങ്ങൾ പിടികൊടുത്തില്ല എങ്കിൽ, തെവിട്ടുന്നതിനെ കളഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്ത എടുക്കാൻ പറ്റത്തില്ല. നല്ലപോലെ നിത്യജീവൻ നോക്കിക്കോളാം. നിത്യജീവനെ പിടിക്കണം. നിങ്ങളെ നിത്യജീവനെ കളയരുത്. എന്തൊക്കെ നേടി നമ്മൾ തിന്നും കുടിച്ചും ഈ ലോകത്ത് സുഖിച്ച് എല്ലാം എന്നാലും യേശുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു സീറയായിരിക്കും, ഒരു സീറയായിരിക്കും. ആ സീറയ്ക്കകത്ത് കയറി ഹീറയാവണം. ഈ സീറയ്ക്കകത്ത് കയറി എന്താവണം? ഒരു ഹീറോയായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു, അനേകരുടെ സാക്ഷിയായി. അതാ ഒരു മർമ്മം കിടക്കുന്നു. അനേകരുടെ സാക്ഷിയെ മുമ്പാകെ നല്ല സ്വീകാര്യം. ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായപ്പോഴാ, എൻ്റെ യേശുവിനെ സ്വീകരിച്ചപ്പോഴാ ഇന്ന് പല സ്ഥലങ്ങളിലും മാന്യത. ഇവിടെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരപ്പന് കിട്ടുന്നതിനെക്കാട്ടിലും, ഒരമ്മയിൽ കിട്ടുന്നതിനെക്കാട്ടിലും, ഒരു ഭാര്യയുടെ മക്കൾ കിട്ടുന്നതിനെക്കാട്ടിലും ഒരു ദൈവ സ്നേഹം പകരുന്നത് ദൈവത്തിന്റെ മാന്യത, വിശ്വസ്തത. സാക്ഷികളായി, ആമേൻ, നമ്മൾ സാക്ഷികളായി ദൈവത്തിന് മുമ്പാകെ നല്ല സ്വീകാര്യം സ്വീകരിക്കണം. ദൈവത്തിൻ്റെ നല്ല സ്വീകരിക്കണം. നമ്മൾ ദൈവത്തെ വിശ്വസ്തത സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മൾ നല്ല സാക്ഷികളായി തീരുകയാണ്. ദൈവത്തിൻ്റെ മക്കൾ ഒരു സാക്ഷി, നല്ലൊരു സാക്ഷിയായി തീരുന്നത് ദൈവത്തെ വിശ്വസ്തയോടെ സ്വീകരിക്കുമ്പോഴാണ്. നീ ദൈവത്തിൻ്റെ പൈതലെന്ന് നീ ദൈവത്തെ നീ മുറുകെ പിടിക്കുമ്പോൾ പറയും, ഒരു വിശ്വാസിയാണ്. അവർ ജീവിതം കാണും. അവർ ജീവിതത്തിലേക്കുള്ള ആ സ്നേഹത്തെ നോക്ക്, വിശ്വസ്ത മുറുകെ പിടിക്കുക. 2 തിമോഥെയോസ് 2:2 വാക്യം. 2 തിമോഥെയോസ്, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക. നീ പല സാക്ഷിയുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവർ ഉപദേശിക്കുവാൻ, ദൈവവചനം പറയത്തക്കവണ്ണം വിശ്വസ്തയുടെ മറ്റുള്ളവർ ഫലമേൽപ്പിക്കുക. 2 തിമോഥെയോസ് 4:7 വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നോക്കണം, പൗലോസ് പറയാ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോ നമ്മൾ ഈ ലോകത്ത് എങ്ങനെയാണ്? ആമേൻ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതണം കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി. ആമേൻ, എന്തെല്ലാം കഷ്ടത പൗലോസ് സഹിച്ചു. തൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ത്യാഗങ്ങളും സുവിശേഷ അടിയും. ദൈവത്തിന് എത്രമാത്രം ദൈവത്തെ അറിയുന്ന മുമ്പേ ആമേ ശൗലായ പൗലോസ് ഒരുപാട് ദൈവനാമത്തിനെതിരായിട്ട് പ്രവർത്തിച്ച ശൗലിനെ പൗലോസാക്കി മാറ്റിയപ്പോൾ
സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഓടാനുള്ളതാ, നീ എനിക്ക് വേണ്ടി ഓടാനുള്ളതാ, നീ എനിക്ക് വേണ്ടി ഓടാനുള്ളതാ. അപ്പോഴാ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാക്കണം. കല്യാണം കഴിച്ചു. ചിലരിപ്പോഴേ ചിരിച്ചു തുടങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ കല്യാണം ആവണമില്ല. അപ്പോൾ എൻ്റെ വയസ്സൊക്കെ 28 വയസ്സായിട്ടും കല്യാണം ആവണില്ല. അവന് 10-20 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങളായി. ഇപ്പം മോളെയൊക്കെ കെട്ടിച്ചവരൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞല്ലേ. അപ്പോൾ അവിടെ അവരൊക്കെ കാണും, പറയും, അയ്യോ നിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ മക്കളെ കെട്ടിച്ചു വിട്ടു, നല്ല നിലയിലൊക്കെ ആയി, ഇപ്പോൾ സ്വസ്ഥമായൊക്കെ ഇരിക്കുകയാണ്, നീ ഇപ്പോഴും ഓടുകയാണല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് വരാം. പക്ഷേ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു അത്ര വിശ്വാസം പോരായിരുന്നു. വിശ്വാസം പോരായിരുന്നു. പക്ഷേ ചിലർ പറയും, ഇല്ല അത് നടക്കും. കാര്യം കാണാൻ വേണ്ടി ചിലവരെന്തെന്ന് പറയുമോ, പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് പറയും, പെണ്ണൊന്നും കിട്ടൂല, ഒരു പള്ളിക്കാരിയാണ് കണ്ടത്. അപ്പോഴച്ഛൻ പറയും, ഞാൻ ഇവിടുത്തെ കാര്യമല്ല, അച്ഛൻ പറയും, എല്ലാവർക്കും അറിയാലോ പള്ളിയിലെ കാര്യങ്ങൾ, 14 ദിവസം ക്ലാസ്സിന് പോകണം. ചെറുക്കനാണ് യവൻ അസ്ഥിയിലും പിടിച്ച്, അസ്ഥിക്കകത്ത് മജ്ജയ്ക്കകത്തിരിക്കുക. അച്ഛൻ പറഞ്ഞു 14 ദിവസത്തെ ക്ലാസ്. ക്ലാസ് കഴിഞ്ഞ് സ്നാനപ്പെടണം, മരിക്കാൻ വരെ തയ്യാറാണ്. അപ്പോൾ ചിലർ പറയും, നമുക്ക് 2 ഒളിച്ചോടാം, എവിടെയെങ്കിലും ചെന്ന് പാറ പിളർപ്പിയിരിക്കാം. എത്ര കാലം ഇരിക്കും? എവിടെയെങ്കിലും ഒളിച്ച പാറ പിളർപ്പിച്ചെന്ന് എത്ര കാലം ഇരിക്കാൻ പറ്റും? പറ്റത്തില്ല. കാര്യം എന്താണ്? സഭയിലുള്ള നിയമങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. ഏത് സഭയ്ക്കൊരു ഉത്തരവാദിത്തമുണ്ട്, ഇല്ലേ? കുടുംബത്തിനകത്ത് ഉത്തരവാദിത്തമുണ്ട്, അപ്പന് മക്കളുടെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങൊരു എവിടെയേ കൊണ്ടില്ല, വചനത്തിലോട്ട് വരിക. അപ്പോൾ നിയമങ്ങൾ, ചട്ടങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ഒരു വിശ്വസ്ത നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. എവിടെയും നീ വിശ്വസ്തയാണെങ്കിൽ നിയമങ്ങൾ അംഗീകരിക്കണം. വോട്ടുണ്ട്, കാർഡുണ്ടോ? ഐഡൻറ്റി കാർഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഐഡൻറ്റി കാർഡില്ല, ആധാറില്ല, ഒന്നുമില്ല, ആർക്കെങ്കിലും വോട്ടിടാൻ പറ്റും? ഇപ്പം എന്തെങ്കിലും വേണം അല്ലേ? റേഷൻ കാർഡോ ആധാറോ ലൈസൻസോ ഇത് ഒന്നുമില്ലാത്തവർക്ക് ഇനിയിപ്പോൾ ഇലക്ഷൻ പറഞ്ഞു വോട്ടിടണ കാണാനല്ല. അങ്ങനെ ആരെങ്കിലും വോട്ട് ഇട്ടിട്ട് വാ, അവർക്ക് ഫുൾ ചെലവ് ഞാൻ ഏറ്റ്. കള്ള വോട്ട് നീ ഇട്ട് കഴിഞ്ഞാൽ നീ കോടതി കയറി ഇറങ്ങേണ്ടി വരും. നീ ഇടും, പണി 8 അല്ല 18 കിട്ടും. പക്ഷെ ഇടാം ഒരുപാട് കള്ളം, പക്ഷേ അത് പണിയാണ്, തെറ്റാണ്. വിശ്വസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് വിശ്വസ്ത കാണിക്കുമ്പോൾ കെട്ടുന്ന പെണ്ണിനോടും വിശ്വസ്തയായിരിക്കണം. ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം USA എന്നൊരു സാക്ഷി, അവർ കേൾക്കട്ടെ, പറഞ്ഞു, ഒരു കല്യാണം കഴിഞ്ഞു, 9 വയസ്സായ ഒരു മോനുണ്ട്. അവർ USA താമസിക്കുന്നത്. എന്നിട്ട് സിസ്റ്റർ, പേര് ഞാൻ പറയുന്നില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും, പേര് പറയുന്നില്ല. അപ്പോൾ എന്നെ വിളിച്ചു, ഭയങ്കര കരച്ചിലായിരുന്നു, കണ്ണുനീരോടെ കരഞ്ഞു. ബ്രദറെ, ഒരുപാട് പാസ്റ്റർമാർ പ്രാർത്ഥിച്ചു പറഞ്ഞു, അപ്പോൾ വേറെ കുഴപ്പമില്ല, ഈ സഹോദരൻ എറണാകുളത്തുള്ളതാണ്, ഇങ്ങേക്ക് വേറെ കല്യാണം കഴിക്കണം, ഒരു സിനിമാ നടിയെ കല്യാണം കഴിക്കണം. 9 വയസ്സായ ഒരു മകനുണ്ട്. ശ്രദ്ധിച്ച് കേക്ക്. അപ്പോൾ ഇതാരാ? ഈ പയ്യൻ്റെ അമ്മ പറഞ്ഞു, ഇവളെ എനിക്ക് വേണ്ട, ഇവളെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് ഒരു സിനിമാ നടിയെ കല്യാണം കഴിക്കണം. അപ്പോൾ ഇവളെ ഉപേക്ഷിച്ചു. അപ്പോൾ ഇവർ നേഴ്സാണ്. അപ്പോൾ സിസ്റ്ററിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ വിളിച്ചു പറഞ്ഞു, ഇത് പോട്ട്, ഇത് നമുക്ക് വേണ്ട, ഇത് ശരിയാവില്ല. കല്യാണം കഴിക്കാൻ പോകണവൻ ഇനിയിപ്പോൾ ഡൈവോഴ്സിനെ കൊടുത്ത് ഒരു കോടതി കേസായി നടക്കുകയാണ്. ഒരുപാട് ഇപ്പോൾ എന്നോട് വിളിച്ചു ചോദിച്ചത്, ബ്രദറെ ഇതൊന്ന് ശരിയാവൂലേ? എല്ലാ 2-3 പാസ്റ്റർമാർ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു ഇത് വിട്ട് കളയാൻ.
ഞാൻ പറഞ്ഞു വിട്ടുകളയണ്ട, ഇത് നിനക്കുള്ളതാ. ദൈവം തന്നതിനെ നീ മുറുകെ വെച്ച് പിടി. ദൈവം തിരിച്ച് നിനക്ക് തരും. ഇത് കൊണ്ടുപോകൂല. ഒരു സിനിമാ നടിക്ക് വേണ്ടി ഒരു മോനെ ഉപേക്ഷിച്ച് ഒരു അമ്മയെ ഉപേക്ഷിച്ചിട്ട് അടുത്ത കല്യാണത്തിന്റെ അപ്പൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ പറയും, സ്വർഗത്തിലെ ദൈവം പറയും, നീ ദൈവത്തെ വഞ്ചിക്കുന്നു, വിശ്വസ്തനല്ല. കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മയെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം പെറ്റതള്ള, ഇത് പെറ്റതള്ളയാണോ പോറ്റമ്മയാണോ ഏതമ്മയെന്ന് അറിഞ്ഞുകൂടാ. ഇത് കേട്ടെങ്കിൽ എൻ്റെ മനസ്സൊക്കെ നുരുവ്. മോന് വേണ്ടി വേറെ പെണ്ണ് കെട്ടിക്കാൻ പോണു. ഞാൻ പറഞ്ഞു, ഇത് കല്യാണം നടന്നാലും കൂടിപ്പയ്യ 3 മാസം. അതിനുമുമ്പേ അവളെ കയ്യിൽ നിന്ന് നല്ല ചുട്ടടിയും കിട്ടുകയും ചെയ്യും. നിന്നെ തൂക്കിയെടുത്ത് ചട്ടവും പഠിപ്പിച്ച് വെക്കുകയും ചെയ്യും. നിന്റെ ഇതോടെ പെണ്ണ് കെട്ടുന്ന കൊതി തീരും. എത്ര ഇതെല്ലാം ആദ്യം കെട്ടി നിന്റെ അടുത്ത് വരും. കരയേണ്ട സിസ്റ്ററെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയും, സിസ്റ്റർ വിശുദ്ധിയില്ലേ? അയ്യോ അതുണ്ട്. അതിൽ പിടിച്ച് പ്രാർത്ഥിക്കരുത്. അപ്പാ എനിക്കുള്ളത് എനിക്കിതാ, എൻ്റെ മക്കൾ തിന്നേണ്ട മക്കളതാ, ഇത് തന്നെടുത്ത് കൊടുക്കരുത്. പലരും നഷ്ടപ്പെട്ട് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം പറയും, നീ എന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഈ വിശ്വാസം നഷ്ടപ്പെടരുത്. ദൈവത്തോളം വിശ്വാസം നഷ്ടപ്പെടരുത്. വിശ്വാസം ദൈവത്തെ നഷ്ടപ്പെട്ടു പോയാൽ കുടുംബത്തിന് വിശ്വാസം നഷ്ടപ്പെടും. നിങ്ങൾ പോകുന്നിടത്ത് വിശ്വാസം നഷ്ടപ്പെടും. നിങ്ങൾ ദൈവത്തെ വിശ്വാസം നഷ്ടപ്പെടും. എല്ലാ മേഖലയും പരാജയമായിരിക്കും ദൈവമക്കളെ. നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എല്ലാവരും വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ആരെയും വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും അവിശ്വാസമായിരിക്കും. അത് വരുവാതിരിക്കുവാനാണ് പറയുന്നത്. ആമേ ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾ പ്രത്യാശയെക്കുറിച്ചും ആമേ ഹല്ലേലൂയ നല്ല പൊരുതു പോരുകയും ആമേ വിശ്വാസത്തോടെ ആമേ നിൽക്കുകയും ആമേ വഞ്ചിച്ചെടുക്കാതെയും ആമേ മറ്റുള്ള വഞ്ചിച്ച സകലത്തിലും നല്ല വിശ്വസ്തതയായി ഇരിപ്പാൻ കൽപ്പിൻ. മറ്റുള്ളവരെ നോക്കിക്കൊള്ളാം. എതിർ പറയുക, വഞ്ചിച്ചെടുക്കുക. ഇതാണിപ്പോൾ മറ്റുള്ളവരെ എന്ന് വെച്ചാൽ തട്ടിപ്പറിക്കുന്നത് വിശ്വസ്തയല്ല. ഒരാൾ അനുഗ്രഹത്തെ തട്ടിപ്പറിക്കരുത്. ഒരു നന്മയെ ഒരാൾ തട്ടിപ്പറിക്കരുത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിൽ ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്തുള്ളവർ കേൾക്കുന്ന, ലോകമ്പാട് കേൾക്കുന്നു. നീ ആരെയൊക്കെ തട്ടിപ്പറിച്ചെടുക്കുന്നുണ്ടോ അത് നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ചോദ്യചിഹ്നമായി, അത് എപ്പോഴും നിനക്കെതിരായിട്ട് വാദിക്കുന്നൊരു മണ്ഡലമായി നിനക്കതൊരു കുരിശായിരിക്കും. എവിടെയും തട്ടിപ്പറിച്ചെടുത്ത ദൈവം തന്നതിലൊക്കെ തൃപ്തിപ്പെടാൻ നോക്ക്. അടുത്ത വാക്കം പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചട്ടം അടുത്ത് പഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചട്ടവും ഗ്യാസിൽ വെച്ചാൽ പഴുപ്പിക്കും, വിറവിലല്ല. ഗ്യാസിൽ വെച്ചാൽ നല്ല പഴുത്തുകൊണ്ടിരിക്കും. 2 ചന്തിയിലും ചട്ടവും പഴുപ്പിച്ച് വയ്ക്കും. പ്രൈസ് ഹല്ലേലൂയ. തറയിൽ ഊന്നിനും നേരെ ബാത്റൂമിൽ പോകില്ല. കാര്യം എന്താണ്? നീ ദൈവസനിൽ അവിശ്വാസി ആയിരിക്കുന്നുണ്ട്. വിശ്വസ്തയായിരുന്നാൽ നിന്റെ മക്കളും വിശ്വസ്തയായിരിക്കും. നിന്റെ മോൻ വിശ്വസ്തയായിരിക്കും. അമ്മ വിശ്വസ്തനായ അപ്പൻ വിശ്വസ്തനായാൽ മക്കൾ വിശ്വസ്തയായിരിക്കും. അപ്പൻ കള്ളനാണെങ്കിൽ മക്കൾ പെരുങ്കള്ളനായിരിക്കും. അമ്മ കള്ളിയാണെങ്കിൽ മോള് പെരുങ്കള്ളിയായിരിക്കും. പാരമ്പര്യമായിട്ടൊരു മാലയെ കൊരുത്തിടും പോലെ ഒരു കള്ളി എന്ന പേരായി ഒരു മാല കോർക്കും പോലെ ഇട്ടുകൊണ്ട് പോയി സമൂഹം പറയും, ലോകം നിന്നെ വിളിച്ചു പറയും, ഇതാ പോണ് കള്ളി, കള്ളൻ. ദൈവത്തിന്റെ സന്നിധിയിൽ വേണ്ട വിട്ടുകളഞ്ഞിട്ട് ഇട്ടുപിടി. വിട്ടുകളഞ്ഞിട്ട് പറ, ഇന്ന് നന്നാവാൻ ഞാൻ പോകുന്നു കർത്താവേ. തെറ്റും കുറ്റമുണ്ട്, വീഴ്ച വന്ന് പരാജയം വന്നു. ഇവിടെ പരാജയം വന്നു പോയി, വിശുദ്ധൻ ഒന്നുപോലുമില്ല. തെറ്റുകളും കുറ്റം എല്ലാവർക്കും വരാം. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഒരാളെ മാറ്റമല്ല, ഒരു മാനസാന്തരത്തിനാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഇന്ന് മുതൽ നിന്റെ മക്കളെ നീ വേദനിപ്പിക്കുന്നോ? നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ടോ? നീ കുടുംബത്തെ ഉപേക്ഷിച്ചോ? മക്കളെ തള്ളിയിട്ടിട്ട് നീ വിദേശത്ത് പോയോ? കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് വിദേശത്ത് ഓടിയോ? നിന്നെ ദൈവം പൊക്കും. ഒരു മാനസാന്തരപ്പെട്. നിന്റെ കുടുംബത്തെ ഒന്ന് സ്നേഹിക്കേ. യേശുവിനെ നീ സ്നേഹിക്കുക. ആദ്യം ആ യേശുവിൻ്റെ സ്നേഹത്തെ നീ വിശ്വസ്തയോടെ കാണ്. ആമേ എതിർ പറയരുത്. ദൈവസന്നിധിയിൽ മറുതലിപ്പ് കാണിക്കരുത്. മറുതലിപ്പ് കാണിച്ചാൽ നിന്നൊക്കെ മറുതലിപ്പ്, നമ്മൾ ഇവിടെ എന്ത് ഗുണ്ടായ്പ് കാണിച്ചാലും അടിതരം ദൂതനുണ്ട്, ഉറപ്പാണ്. എതിർ പറഞ്ഞാൽ എതിർ സൈഡിൽ നിന്ന് അടിക്കും, വലത് പറഞ്ഞാൽ വലത് സൈഡിൽ നിന്ന് അടിക്കും.
അപ്പോൾ രണ്ട് സൈഡിൽ അടിക്കാറുണ്ട്. ഇവിടെ ചേന പണി കിട്ടുന്നില്ലേ? എത്രയോ അണ്ണന്മാരും ചേച്ചിമാരും കിടക്കണം ജയിലിലൊക്കെ അല്ലേ? ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുകയില്ല, ആരാധിക്കുകയില്ല, സ്തുതിക്കുകയില്ല, ആരാധിക്കാനും വയ്യ, ഒന്നുമില്ല. എത്രയോ തീർന്നുകൊണ്ടിരിക്കുന്ന സമൂഹം, ഇന്ന് എത്രയോ തകർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇത് നോക്കി ഞാൻ വിളിച്ചു പറയുക, യേശുവിനോട് വിശ്വസ്തയില്ല. ഇന്ന് കാണുന്നവരോടാണ് ഭയങ്കര വിശ്വാസം. അമ്മയോട് വിശ്വസ്തയില്ല, അപ്പനോട് വിശ്വസ്തയില്ല. ഇന്നലെ കണ്ട പൂവിനോടാണ് ഭയങ്കര വിശ്വസ്തത. ഈ പൂവ് വിടർന്നു വീഴും. ഇന്ന് രാവിലെ അത് വിരിഞ്ഞതാ, വൈകുന്നേരം അണയും. ഇത് അണഞ്ഞു വീഴും. മനസ്സിലാക്കി, ഇന്ന് കണ്ട പൂവിനോടല്ല, നിനക്ക് വേണ്ടി നിന്നെ താലോലിക്കുന്ന, നിന്നെ വളർത്തി പെറ്റ് വളർത്തി 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 നിന്നെ വലുതാക്കിയ സ്വർഗത്തോട് നീ വിശ്വസ്ത കാണിക്ക. ദൈവം ചേർത്ത് പിടിക്കും. നീ വിശ്വസ്തയായാൽ നിന്നെ ദൈവം ചേർത്ത് പിടിക്കും. നിങ്ങൾക്ക് ചേർന്നിരിക്കാനാണോ ഇഷ്ടം, അകന്നിരിക്കാനാണോ ഇഷ്ടം? ആ ചേർത്ത് പിടിച്ച സകലത്തിൻ്റെ മേൽ നിന്നെ അനുഗ്രഹിക്കപ്പെടും. നിന്നെ അപ്പൻ ചേർത്ത് പിടിച്ചാൽ അത് ഒന്നൊന്നര പിടിയാണ് കുഞ്ഞേ. എൻ്റെ മോളെ മോനെ എന്നൊരു പിടി പിടിച്ച അതിനെക്കാട്ടിൽ അപ്പുറമായൊരു സ്നേഹമില്ല എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. യേശുവിൻ്റെ സ്നേഹത്തെ നീ വലുതായിട്ട് കാണണം. നീ യേശുവിനെ സ്നേഹിക്കണം. ആ യേശുവിൻ്റെ വിശ്വസ്തന നല്ല മോളായിട്ട്, നല്ല മോനായിട്ട് പറയണം, ഞാൻ അവിടുത്തെ ഇഷ്ടം ചെയ്യാം. മതി, ഇന്നലെ വരെയും മതി. പിടികൊട്, ദൈവത്തിൽ പിടികൊട്. എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാക്ക്. എനിക്കിനി പാവം വേണ്ട, എൻ്റെ ജീവിതത്തെ എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കേണ്ടെന്ന് പറ. നിങ്ങളെ ഇഷ്ടത്തിൽ ജീവിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇന്നൊരു മാനസാന്തരം വരും. ഇന്ന് നിന്റെ കുടുംബത്തിനകത്തൊരു വിളക്ക് തെളിയും. നിന്റെ കുടുംബത്തിനകത്തൊരു വിളക്ക് തെളിയണമോ? നിന്റെ ഇഷ്ടം വേണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിനകത്തൊരു സൂര്യൻ ഉദിക്കാൻ പോവുകയാണ്. അത് ഭയങ്കരപ്പെട്ട അനുഗ്രഹമായിരിക്കും, അതൊരു വെളിച്ചമായിരിക്കും. അല്ലാതെ നമുക്ക് വചനം പറഞ്ഞതുപോലെ, ഇവിടെ വചനം പറഞ്ഞ പോലെ എതിർ പറയുകയും വഞ്ചിച്ചെടുക്കുകയും ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്ത കാണിക്കുന്നവരായി ഇരിപ്പിൻ. വിശ്വസ്ത കാണിപ്പിൻ, എതിർ പറയരുത്, നന്മയെ തട്ടിയെടുക്കരുത്. ദൈവത്തിൻ്റെ നന്മയെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തട്ടിയെടുക്കുക. രോഗസൗഖ്യം കിട്ടുമ്പോൾ അതോടെ പോകും. ഇതൊക്കെ തട്ടിയെടുക്കുകയാണ്. വയറ്റിൽ മുഴ മാറും പറയും, ഞാൻ മുഴ മാറിയ സ്നാനം, തട്ടിയെടുപ്പ്. എനിക്ക് വീട് കിട്ടിയ തട്ടിയെടുപ്പ്. നിങ്ങൾ എന്തൊക്കെ തട്ടിയെടുക്കുന്നുണ്ടോ അതെല്ലാം തട്ടിപ്പും വെട്ടിപ്പാണെന്ന് ബൈബിൾ വിളിച്ച് പറയുന്നുണ്ട്. നീ ദൈവത്തോട് ചോദിരുന്ന്, കർത്താവെ ഞാൻ എവിടെയൊക്കെ തട്ടിയെടുത്തു, എനിക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല, നിന്റെ ചില കീഴ്പ്പെടാൻ പറ്റുന്നില്ല, എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റുന്നില്ല. നിന്നെ കുറിച്ച് പറയുന്ന ഒരു പേരാണ് വഞ്ചക, വഞ്ചകി. ഇത് കേൾക്കുമ്പോൾ നേരെ ചൊവ്വ നടന്നൊന്നും ഉറങ്ങൂല. നിനക്ക് ഉറക്കം പോകുന്ന രാത്രിയായിരിക്കുന്നു ഇന്ന് രാത്രികാലം. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ദൈവത്തിൻ്റെ നന്മയെ തട്ടിക്കൊണ്ട് പോകുന്നത്, എനിക്ക് വിടുതൽ വേണം, സൗഖ്യം വേണം, എല്ലാം വേണം, അത് വേണം, ഇത് വേണം, എല്ലാവരും കാണൊക്കെ അങ്ങ് പോണം കയറി, ഇതെല്ലാം വേണം. പക്ഷെ ദൈവസനിൽ സറണ്ടർ ആവും വയ്യ. ഹല്ലേലൂയ. തട്ടിപ്പറിക്കുന്ന കാക്കയുടെ കഥ നിനക്കറിയാലോ. ഒരു കാക്കയാകരുത്, ഒരു കഴുകനാകരുത്. ആമേ, ഹല്ലേലൂയ. നിന്നെ നോക്കി പറയും, നിന്റെ മക്കളൊരു കാക്കയായിപ്പോയല്ലോ, നിന്റെ മോനൊരു കഴുകനായിപ്പോയല്ലോ. തട്ടിപ്പറിക്കുന്നത് അല്ലേ? ഇല്ല, ദൈവത്തിൽ തട്ടിപ്പറിക്കാതെ ദൈവം തരും. തട്ടിപ്പറിക്കാതെ ദൈവം ഇട്ട് തരും. എൻ്റെ അപ്പൻ ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, ദൈവവൈതലേ ഞാൻ ആഗ്രഹിച്ചു, കർത്താവെ ഞാൻ ഇന്ന ദിവസം ഇരിക്കുമ്പോൾ എനിക്ക് നന്മ തരണം. സത്യം, എൻ്റെ അപ്പ എൻ്റെ കൈ തന്നു. ഞാൻ ഒരിടവും ഓടിയില്ല. ഞാനൊരു ആഗ്രഹം കഴിഞ്ഞ ആഴ്ച ആഗ്രഹിച്ചു, കർത്താവെ എൻ്റെ കയ്യിൽ നന്മ തരണം. ഞാൻ ഒരിടത്തും ഓടിയില്ല, എൻ്റെ കയ്യിൽ വന്നു. കാര്യം എന്താണ്? ഞാൻ അപ്പൻ്റെ സന്നിധിയിൽ ഇപ്പം വിശ്വസ്തനായിരുന്നു. ഇന്നലെ വരെയും അവിശ്വാസിയായിരുന്നു. ഇന്ന് ഞാൻ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചു, സത്യം ആഗ്രഹിച്ചു, കർത്താവെ അത് എൻ്റെ കയ്യിൽ വരണം. ഞാൻ എഴുന്നേൽക്കുന്ന മുമ്പേ ആ ദൈവത്തോടുള്ള ഒരു ഞാനും ദൈവമായിട്ടുള്ളതായിരുന്നു. ഞാനിവിടെ എഴുന്നേൽക്കുന്ന മുമ്പേ എനിക്ക് ദൈവം ഒരു നന്മ തരും, ഉറപ്പായിട്ട് തന്നു. നിങ്ങളുടെ എനിക്ക് ബോധ്യപ്പെടുത്തണ്ട, എൻ്റെ അപ്പനെ എനിക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. ഹല്ലേലൂയ, എൻ്റെ അപ്പനെ ബോധ്യപ്പെടുത്തിയാൽ മതി. കാര്യം എന്താണ്? ഞാൻ ആഗ്രഹിക്കുന്ന അപ്പുറമായി എൻ്റെ ദൈവം നടത്തുന്നുണ്ട്. അതാണ് ചോദിക്കുന്നതിൽ നിനക്കുന്നതിൽ അത്യന്തരമായി ഒരു ദൈവം തരുന്നുണ്ട്. നീ വിശ്വസ്തനായ എല്ലാത്തിലും കൊടുക്കൽ വാങ്ങല്, നിന്റെ കൊടുക്കൽ വാങ്ങൽ നീ വിശ്വസ്തയായിരിക്കണം. ആരാധന വിശ്വസ്തനായിരിക്കണം, പ്രാർത്ഥനയിൽ വിശ്വസ്തനായിരിക്കണം, എല്ലാ കാര്യത്തിലും വിശ്വസ്തയായിരിക്കണം.
അല്ല ആളെ കാണുമ്പോൾ അവിടെ കൂടെ ഓടി ഇവിടെ കൂടെ ഓടരുത്. ഇതെല്ലാം ഇന്നുകൊണ്ട് നിർത്തിക്കൊള്ളണം. അപ്പുറത്തൂടെ ഓടി ഇപ്പുറത്തൂടെ ഓടി വീട്ടിനകത്ത് നിന്ന് ആര് ചുറ്റും കറങ്ങി ഓടരുത്. ആമേ, അങ്ങനെ ആകരുത്. നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിശ്വസ്ത ഉണ്ട്. ഏത് കാര്യവും മുഖത്ത് നോക്കി പറയണം. വിശ്വസ്തത ആരെ മുഖത്ത് നോക്കി? വിശ്വസ്തത. അതാണ് നിന്റെ അപ്പന്റെ മുഖത്ത് നോക്കുന്നവർ പ്രകാശിതരായി വിശ്വസ്തകളുണ്ട്. ഇവിടെ പാവം ചെയ്തവൻ രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി. ഒരാള് ആമേ ഒരു പരീശനും ഒരു ചുങ്കാർ പ്രാർത്ഥിക്കാൻ പോയി. രണ്ടുപേർ പ്രാർത്ഥിക്കാൻ പോയി. ഒരാൾ മുഖത്തോലും നോക്കാൻ മാറത്തടിച്ചു. ഇന്നെൻ്റെ വിഷയമല്ല. എന്നാൽ ഒരാൾ വിളിച്ചപ്പോൾ ഒരാൾ തന്നെത്താനെ പൊക്കാൻ തുടങ്ങി. പൊക്കിയവൻ താഴോട്ടും പോയി, നിലവിളിച്ചവൻ കയറിപ്പോയി. ഇന്ന് നിന്റെ കുറ്റത്തെ പാപബോധത്തെ നീ ഏറ്റുപറഞ്ഞ് നിന്റെ കുറവുകളെയും നിന്റെ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ നിനക്കൊരു വിശ്വസ്ത വന്ന് ചേരും. ഇന്ന് പറയണം, ഇത് വിശ്വസ്തനാ. ഇപ്പോൾ എൻ്റെ കൂടെ വരും, വണ്ടി എടുക്കാൻ സഹായിക്കാൻ ഒരാൾ വരും, വിശ്വസ്തനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ടിരിക്കാം, ധൈര്യമായിട്ടൊന്ന് ഉറങ്ങാം. ഞാനും വണ്ടി ഓട്ടിക്കും. ഞാനും ആഗ്രഹിക്കുന്നു മാക്സിമം വണ്ടി ഓട്ടിക്കണമെന്ന്. ആമേ ഹല്ലേലൂയ. ഞാൻ മാക്സിമം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഹൈവേയിൽ, അപ്പോൾ മാക്സിമം എനിക്ക് വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു. ആമേ ഹല്ലേലൂയ. പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ സമാധാനമെടുത്ത് മയങ്ങിയാലും ഒരു വിശ്വസ്തൻ എനിക്കുണ്ടാവും, ഒരു വിശ്വസ്തൻ ഉണ്ടാവും. ഹല്ലേലൂയ. കാര്യം എന്താണ്? എൻ്റെ കൂടെ ഉള്ളവർ ഞാൻ ഉറങ്ങിയാലും ഉറങ്ങത്തില്ല. എല്ലാം പുലികളാണ്. ഹല്ലേലൂയ. എല്ലാം അടിച്ചുപിടുന്ന പുലികളാണ്. ആമേ ഹല്ലേലൂയ. അടുത്ത ഒരാളിരിക്കുന്നു, ഉപവാസത്തോടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ തീപ്പന്തങ്ങളാണ്, അണഞ്ഞു പോയി കത്തിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ്. കാര്യം എന്താണ്? എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിശ്വസ്തരാ. നിങ്ങൾ വിശ്വസ്തരാണ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വിശ്വസ്തരാണ്. ആയില്ലെങ്കിൽ ആവണം. ഇന്ന് മുതൽ വിശ്വസ്തരാവ്. നിങ്ങൾ വിശ്വസിക്കാം. ഹല്ലേലൂയ. വിശ്വസിക്കുക. യേശുവിൽ വിശ്വസിച്ചാൽ, നീ യേശുവിനെ സ്വീകരിച്ചാൽ വിശ്വസ്തനായി മാറും. ഹൃദയം കൊണ്ട് സ്വീകരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ പറയാം, എൻ്റെ അപ്പൻ്റെ മകളാണ് ഞാൻ. അവിടുത്തെ ഇഷ്ടം മാത്രമേ ചെയ്യൂ. അവിടുത്തെ ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യല്ല. കള്ളവും ചതുവും ചെയ്ത് കൂട്ട് നിൽക്കരുത്. ഈ പണിക്ക് പോകുമ്പോൾ, നമ്മൾ പുറത്തുള്ള പണിക്കുണ്ടല്ലോ, പോകുമ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളെ വീട്ടിൽ തൊഴിലുറപ്പുകാർ വന്നു. തൊഴിലുറപ്പ് വന്നിട്ട് എൻ്റെ അപ്പം കുറച്ച് ചാമ്പ് നട്ട് തന്നു. വലിയ ചാമ്പ്, ഇപ്പോഴൊന്നുമല്ല, ഇങ്ങനെ നിറച്ച് മുട്ട ഉണ്ടായിരുന്നു. ചാമ്പുട്ട. ഒരുപാട് അപ്പം ഭയങ്കര കൃഷിക്കാരനാണ്. കൂടെ നെല്ല് ഇങ്ങനെ വെട്ടി എല്ലാം മാറ്റി മൂടങ്ങ് നിർത്തി. മൂട് നിർത്തിയിട്ട് എല്ലാം അടിയിൽ നിന്ന് വെട്ടി വാരി. എന്നിട്ട് ചാമ്പ് കറക്റ്റായിട്ടുണ്ട്. മുട്ട എല്ലാം വലിയ വലിയ മുട്ട, വലിയ ചാമ്പായിരുന്നു. വെട്ടാറായി നിൽക്കുന്നതാണ്. തൊഴിലുറപ്പ് കയറി പറക്കാൻ വിട്ടതാ. നല്ല പറക്കൊക്കെ വരുന്നു. എല്ലാം വെട്ടി പറക്കി ഇട്ടിട്ട് രാത്രിയാണ്, വൈകുന്നേരം ആയപ്പം ഉയരക്കൂടെ മുകളിൽ കൂടെ വന്ന് വാരി കൊണ്ടുപോയി. എൻ്റെ അപ്പ അത് മനസ്സിലാക്കി. മേലാൽ എൻ്റെ കാമ്പൗണ്ടിൽ കാല് കുത്തി പോകരുത്. അതോടെ തൊഴിലുറപ്പ് നിർത്തി. നല്ലവരും ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തോളം തിരിച്ചറിയണം. ഒരാൾ ചെയ്യണ തെറ്റാണ് എല്ലാവരുടെ മേൽ വരുന്നത്. ഒരാൾ കള്ളത്തരം കാണിക്കുമ്പോൾ പറയണം, നിൻ്റെ ചാമ്പ് മോട്ടി നിർത്തി, ഞങ്ങളുടെ പണി കിട്ടും. എത്രയോ ഇത് ചെയ്യുമ്പോൾ എത്രയോ പേര് പറഞ്ഞ് മാറ്റുന്നുണ്ട് അല്ലേ? റബ്ബറിൻ്റെ മൂട് കയറ്റി വെട്ടി, 2 വെട്ടും വെട്ടി മണ്ണും ഇട്ട് കൊടുക്കും. പിറ്റേന്ന് റബ്ബർ വട്ടി നിൽക്കും. വേണ്ട. ഏത് കാര്യത്തിലും ഞാൻ തൊഴിലുറപ്പ് കുറ്റം പറയുന്നില്ല, ചിലതൊക്കെ ഉണ്ടാവും, നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. ഈ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും നമുക്ക് തോന്നും അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ. ഈ 10 പേരൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യണം തോന്നും. എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ 10 പേർ കൂടുമ്പോൾ എന്തെങ്കിലും തോന്നുമെങ്കിൽ അത് മനസ്സിലാക്കണം, നമ്മുടെ വിശ്വസ്ത നഷ്ടപ്പെടുന്നുണ്ട്. ദൈവത്തെ മുറുകെ പിടിക്കണം. ദൈവങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം കണ്ടേക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യാണ്. ഇന്ന് കർത്താവേ, ഇന്ന് ചില കാര്യങ്ങൾ അപ്പച്ച ഞങ്ങളുടെ ദയയും നന്മയും അപ്പച്ച അടുത്ത് ഞങ്ങൾ പഠിച്ചു. 3 കാര്യങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ദീർഘക്ഷമ പഠിച്ചു, ദയ പഠിച്ചു, നന്മ പഠിച്ചു, വിശ്വസ്ത പഠിച്ചു. അടുത്ത് ഞങ്ങൾ സൗമ്യതയിലേക്ക് വരികയാണ്. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഈ ഭാഗങ്ങൾ അനുഗ്രഹിപ്പാടെ വന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ അവസാനത്തോളം വിശ്വസ്തയോടെ നല്ല ദാസനെ നല്ല ദാസിയായി നിൽക്കുവാൻ തൻ്റെ മക്കളെ ദൈവം സഹായിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന യൂട്യൂബിലൂടെ ലോകമെമ്പാടും സകലവർക്കും, മന്ന ടിവിയിലൂടെ മീഡിയ ടൂളിൽ കേൾക്കുന്ന സകലവരെയും ഈ ശബ്ദങ്ങൾ ദൈവം സകലവരെ അനുഗ്രഹിക്കുക മാറണമേ.
എവിടെയെങ്കിലും താഴ്ചകളോ വീഴ്ചകളോ ക്ഷമിച്ച്, പാവങ്ങളെ ക്ഷമിച്ച്, കുറവുകളെ ക്ഷമിച്ച്, നിന്റെ കൊടുക്കൽ വാങ്ങുന്ന പോരായ്മ ക്ഷമിച്ച്, നിന്റെ കുടുംബ ജീവിതത്തിൽ പരാജയമാണെങ്കിൽ ക്ഷമിച്ച് മടങ്ങി ഒരു മാനസാന്തരത്തിലൂടെ യേശുവിനെ വിശ്വസ്തയോടെ നിനക്ക് സ്വീകരിക്കാമോ? ഇന്ന് യേശുവിനെ മുറുകെ പിടിക്കാമോ? യേശു നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ ഉപജീവിതത്തിൽ രക്ഷിക്കും, നിന്റെ യേശു നിന്റെ യാത്രയിൽ രക്ഷിക്കും. അവൻ വിശ്വസിക്കാൻ കൊള്ളാം. ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. ആ ദൈവസ്ഥലിൽ സമർപ്പിച്ചു കൊടുക്കാം. നമ്മളെ തന്നെ കഴുകാം, നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം, നമ്മുടെ കുറവുകളെ പാവങ്ങളെ ഏറ്റുപറയുന്ന മുതൽ കർത്താവേ ഞാൻ നിന്റെ വിശ്വസ്തനായി നിൽക്കാം എന്ന് പറയുന്നവർക്കായി സ്തോത്രം ചെയ്യാണ്. അപ്പന്റെ വിശ്വസ്തയോടെ പലരെ മാടി വിളിക്കുന്നുണ്ട്. വിശ്വസ്ത സ്നേഹത്തോടെ, നിനക്ക് വിശ്വസ്ത സ്നേഹത്തോടെ ദൈവം വിളിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ സകലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്നേഹം വിശ്വസ്തയോടെ നിന്നുകൊണ്ട് അന്ത്യത്തോടെ നിൽക്കുവാൻ, ഈ ലോകത്തിൽ പിശാച് തള്ളിയിടാതെ നിൽക്കുവാൻ ദൈവ കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. ഈ വചനം ഇന്നത്തെ എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിനും വിടുതലിനും അടുത്ത നിലവാരത്തിൽ കയറുവാനും ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. വിശ്വസ്തയാകുക. ഈ ശബ്ദം കേൾക്കുമ്പോൾ പറയണം, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ 20-ാം തീയതി സ്നാനം നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ ദൈവം സഹായിക്കും, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. വിശ്വസ്തയോടെ നിൽക്കുക. സകലത്തിന്റെ അന്ത്യത്തോളം ദൈവം നിർത്തും. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. ആമേൻ, ആമേൻ.